കാര്യത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഇടപെട്ടാലും, അത് ഇബാദത്താണെങ്കിലും അല്ല മറ്റ് ഇടപാടുകളാണെങ്കിലും അതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം, പഠിച്ചിട്ട് വേണം അതുമായി ഇടപെടാനെന്ന് നമുക്കറിയാവുന്ന കാര്യം. ആമുഖം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളുടെ നിശ്ചിതമായ വിഷയങ്ങൾ, അതായത് ഇൻഷുറൻസ് മുതൽ അങ്ങോട്ട് തുടങ്ങി കുറേയധികം വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് ഇൻഷുറൻസ്, പിന്നെ ഡിജിറ്റൽ കറൻസി, ഗുഡ് വില്ല്, ലീസിങ്, EMI, അതുപോലെ ട്രേഡിംഗ് മണി എക്സ്ചേഞ്ച്, പിന്നെ മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ദൗറയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ പൊതുവെ ഈ വിഷയങ്ങളൊക്കെ ഇക്കാര്യങ്ങളുമായി നമ്മൾ പൊതുവെ ബന്ധപ്പെടാറില്ല. എന്നാലും പലപ്പോഴും അതുമായി ബന്ധപ്പെടൽ അനിവാര്യമാകുകയും ജീവിതത്തിന്റെ നിർബന്ധിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ബന്ധപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതുമായി ആകണമെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം 2-3 മാർഗങ്ങളാണ് പ്രധാനമായി അല്ലെങ്കിൽ പൊതുവായി വെച്ചിട്ടുള്ളത്. ആ മാർഗങ്ങളിലൂടെ സ്വത്ത് നമുക്ക് സമ്പാദിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈവശമുള്ള സ്വത്ത് ആ മാർഗങ്ങളിലൂടെ നമ്മളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് നമുക്ക് അനുവദനീയമാകും. ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ അതിന്റെ നിബന്ധനകൾക്ക് ഒക്കാത്ത രീതിയിൽ വരുമ്പോൾ അത് നമുക്ക് അനുവദനീയമല്ല, ഹറാമായ സ്വത്തായിരിക്കും. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ദിവസത്തില് സ്വത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നതിനെ കുറിച്ച് ചോദ്യമുണ്ടാകുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയൽ ബാധ്യസ്ഥരായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ നമുക്ക് തുണയായി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ പ്രധാനമായ മാർഗങ്ങൾ ഒന്ന് വ്യാപാരം തന്നെയാണ്, വാണിജ്യം, കച്ചവടം, അതിന് പല ഇനങ്ങളുണ്ട്, നിരവധി നിബന്ധനകളുമുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോ അനുവദനീയമായ കച്ചവടങ്ങളിലൂടെ നമുക്ക് സ്വത്ത് സമ്പാദിക്കാം. രണ്ടാമത്തേത് കൂലി ആയി ലഭിക്കുന്നതാണ്. കൂലി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ജോലി ചെയ്യുന്ന കൂലി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വസ്തുവകകൾ കൂലിക്ക് വാടകയ്ക്ക് കൊടുത്ത് ലഭിക്കുന്ന സ്വത്ത്, ഇത് കൂലിയായി ലഭിക്കുന്നത്. കാറോ വാഹനമോ വീടോ സ്വത്തോ ഷോപ്പോ ഇതൊക്കെ വാടകയായി കൊടുക്കുക, വാടകയ്ക്ക് കൂലിക്ക് പകരം കൊടുക്കുക, അങ്ങനെ കൂലിയായി ലഭിക്കുന്നത്. ഈ 2 രൂപത്തിലും പകരം ഒന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന് പകരം ഇങ്ങോട്ട് കിട്ടുന്നു. ഒന്നൊരു സ്വത്ത് വിൽക്കുന്നു, സാധനം വിൽക്കുന്നു, അപ്പൊ അത് കൊടുത്തിട്ട് പൈസ വാങ്ങും, അപ്പൊ അതിനൊരു മൂലധനവും എന്നിട്ട് അതിന്റെ ലാഭവുമാണ് വരിക. മറ്റത് കൂലിയാകുമ്പോ ഒരു മംഫഅത്ത്, ഒരു ഉപകാരം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അതിന് പകരമായി നമുക്ക് ക്യാഷ് കിട്ടുന്നു. അത് നമുക്ക് അനുവദനീയമാണ്. അതിനൊക്കെ നിബന്ധനകളുണ്ട്. പിന്നെ മൂന്നാമതൊന്ന് നഷ്ടപരിഹാരമായി ലഭിക്കുന്ന ഒന്നുണ്ട്. അതായത് ഒരാളെ നമ്മളെ സ്വത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് അയാളെ നശിപ്പിക്കുന്ന രൂപത്തിൽ പല നിബന്ധനകൾക്കനുസരിച്ച് അയാൾ ഉത്തരവാദിയാകുന്നതും ആകാത്തതുമുണ്ട്. അതിൽ ഉത്തരവാദിയാകുന്ന സമയത്ത് അയാൾ അതിന് നഷ്ടപരിഹാരം തരണം. അപ്പൊ അതും ആ രീതിയിൽ കിട്ടുന്നത് നമുക്ക് അനുവദനീയമായ സ്വത്താണ്. ഇത് കഴിഞ്ഞാൽ ഈ 3 രൂപത്തിലും ഒരു പകരം ഉണ്ട്. എന്നാൽ ഇനി പറയുന്ന പൊതുവായ ഒരു രൂപത്തിൽ പകരമില്ലാതെ പൂർണ്ണമായും സൗജന്യമായി വരുന്ന ഒന്നാണ്. ഒന്ന് സക്കാത്ത് തന്നെ. അതിന്റെ അർഹർക്ക് ആ സക്കാത്ത് കിട്ടിയാൽ അത് അനുവദനീയമാണ്. പിന്നൊന്ന് ഇർസായി കിട്ടുന്ന അനന്തര സ്വത്ത്, നമ്മുടെ ഉമ്മയുടെയോ അപ്പയുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ ഒക്കെ അവരെ സ്വത്ത്, അല്ലെങ്കിൽ മക്കളോ, അവരൊക്കെ മരിക്കുന്ന സമയത്ത് അവരുടെ സ്വത്ത്, അല്ലെങ്കിൽ ഭാര്യ, ഇവരൊക്കെ മരിക്കുമ്പോൾ അവരുടെ സ്വത്ത് നമുക്ക് അനന്തരമായി ലഭിക്കുന്നു. ഇത് അനുവദനീയമാണ്. അപ്പൊ ഈ രീതിയിൽ സൗജന്യമായി വരുന്നത്, അങ്ങനെ സക്കാത്ത്, ഇർസ്, പിന്നെ ഹദിയയായി വരുന്നത്, സംഭാവനയായി ആദരിച്ചുകൊണ്ട് വരുന്നത്, പിന്നെ സദഖ, ഹിബത്ത്,
സൗജന്യമായി വെറും എന്താണ് സദഖയും ഹദിയും അല്ലാത്ത രൂപത്തില് ഒരാൾ വെറുതെ തരുന്ന ഹിബത്ത്, അല്ലെങ്കിൽ പിന്നെ വഖഫായിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു വിശേഷണം പരിഗണിച്ചിട്ട് ഈ നാട്ടിലെ പണ്ഡിതന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ നാട്ടിലെ ഫുഖറാഇന് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്തത്, അത് അതിന്റെ ആശ്രിതർക്ക്, അതിന്റെ അവകാശികൾക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ വഖഫ് അല്ലെങ്കിൽ വസിയ്യത്തായി വരുന്നത്, ഒരാൾ മരിക്കാന് ആകുന്ന സമയത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് 1/3 വരെ വസിയ്യത്ത് ചെയ്യാം, അത് ഇന്ന ആളിന് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന എന്താണ് ഗുണമുള്ളവർക്ക്, ഞാൻ പറഞ്ഞ പോലെ ഇൽമുള്ളവർക്ക്, അല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങൾക്ക്, അല്ലെ യതീമക്കൾക്ക്, അല്ലെങ്കിൽ വിധവകൾക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ ഹദിയയും സദഖയും സക്കാത്തും ഇർസും ഹിബത്തും വഖഫും വസിയ്യത്തും ഇങ്ങനെയായി പകരമൊന്നും ഇല്ലാതെ എന്നാൽ നമുക്ക് കിട്ടുന്നത്, ഇതൊക്കെ ഈ രീതിയിലൊക്കെയാണ് മൊത്തത്തിൽ മറ്റൊരാളുടെ സ്വത്ത് നമുക്ക് ലഭിച്ചാൽ അത് അനുവദനീയമാകുന്നത്. ഈ പറഞ്ഞതിനെല്ലാം നിബന്ധനകൾ ഫുഖഹാ വിശദീകരിച്ചിട്ടുണ്ട്. ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ പിന്നെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ടാണ് അയിമ്മത്ത് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വിധേയമായിട്ടാവുമ്പോ അനുവദനീയമാകും. എന്നാൽ ഈ പറഞ്ഞ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും സ്വത്ത് നമുക്ക് അനുവദനീയമാകണമെങ്കിൽ ഉലമാ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ശറഇന്റെ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ തറാളി അഥവാ പരസ്പര തൃപ്തിയുടെ മേലെടുക്കപ്പെട്ടതാണ്. പരസ്പര തൃപ്തിയോടുകൂടെ ആയിരിക്കണം സമ്പത്ത് കൈമാറേണ്ടത്, എന്നാലേ അനുവദനീയാവുള്ളൂ. അതായത് ഇപ്പൊ ഒരാള്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു സാധനം എന്താണ് വിൽക്കുന്നു വാങ്ങുന്നു, അവിടെ ഈ വിൽക്കുന്ന ആളിന് ആ വിലക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് മാനസികമായി തൃപ്തിയില്ല, എന്തോ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ തരികയാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വാങ്ങാൻ പാടില്ല. വില കൊടുത്തിട്ട് തന്നെയാണെങ്കിലും അത് വാങ്ങാൻ പാടില്ല. കാരണം എന്താ, തൃപ്തിയില്ല. അപ്പൊ എന്ന പോലെ തന്നെ ഈ പിന്നെ ഹദിയ ആണെങ്കിലും അല്ലെങ്കിൽ സദഖയാണെങ്കിലും അല്ലെങ്കിൽ ഹിബത്താണെങ്കിലും ഒക്കെ അവരുടെ തൃപ്തിയോടുകൂടെ ആയിരിക്കണം. തൃപ്തി നമ്മൾ ഉറപ്പുവരുത്തണം എന്നില്ല, തൃപ്തി ഇല്ല. കാരണം ബാഹ്യമായ പിന്നെ പറയുമ്പോ, അതായത് ഞാനിത് വിറ്റു, ഞാനിത് വാങ്ങി എന്നൊക്കെ പറയുന്ന ആ ഇടപാടിന്റെ പദങ്ങൾ പറയുക, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക. പൊതുവെ നമ്മൾ ഇടപാടിന്റെ പദങ്ങള് വലിയ വലിയ വസ്തുക്കളൊക്കെ വിൽക്കുമ്പോഴേ പറയാറുള്ളൂ, എഗ്രിമെന്റ് ഒക്കെ എഴുതാറുള്ളൂ. അല്ലാതെ ആവുമ്പോ കൈമാറ്റം ചെയ്യലാണ്. അപ്പൊ ആ കൈമാറ്റം ബാഹ്യമായ ഒരു തൃപ്തിയുടെ മേൽ അറിയിക്കും എന്നതുകൊണ്ട് അത് മതിയാകും. പക്ഷെ ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഇടപാട് പാടില്ല, അത് നമുക്ക് സ്വീകരിക്കാനും പറ്റൂല എന്നുള്ളതാണ് മസല. അപ്പൊ അത്രയും കാര്യങ്ങൾ ആമുഖമായി ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ പറഞ്ഞ ആ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. പിന്നെ ആദ്യമായി നമ്മൾ പറഞ്ഞത് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇൻഷുറൻസ് പറയുമ്പോ അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ആദ്യമായി പറയാം. ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, പൊതുവെ എന്താണ് പല ഇനങ്ങളുണ്ട്. അതിൽ നിർബന്ധിതമായ പല ഇനങ്ങളിലും നമ്മളൊക്കെ ഇടപെടുന്നവരാണ്. ഇപ്പൊ വാഹന ഇൻഷുറൻസ്, ഇവിടെ ഇന്ത്യ രാജ്യത്താണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ വാഹനം വാങ്ങിയാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് എന്താണ് കുറ്റകരമാണ്. അപ്പൊ റോഡിൽ വാഹനം ഇറക്കാൻ പറ്റൂല. അപ്പൊ നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാല് ഈ ആരോഗ്യ ഇൻഷുറൻസ് പോലത്തതൊക്കെ പലപ്പോഴും നമ്മൾ അത് ചെയ്യാറില്ല, ബന്ധപ്പെടാറില്ല. എങ്ങനെയാണ്? ഇൻഷുറൻസിന് ഒരുപാട് ഇനങ്ങളുണ്ട്, 1-2 എന്നെക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് 100 കണക്കിന് ഇനങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയും. തൊട്ടതിനെല്ലാം ഇൻഷുറൻസ്. അപ്പോ ഈ അതിൽ പൊതുവെ നമുക്ക് എന്താണ് ബന്ധപ്പെടേണ്ടി വരുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞത്, വാഹനത്തിന് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻകഴിഞ്ഞ ഉലമാവ്, നമ്മുടെ കേരളത്തിലെ ഉലമാവ് തന്നെ പുസ്തകങ്ങൾ എഴുതിയവരും അതുപോലെ പലതവണ ക്ലാസ് നടത്തുകയും ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ എന്നും പറഞ്ഞു വന്നിരുന്നത് അത് നമുക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു ഇടപാട് തന്നെയായിരുന്നു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് മുൻപേ നമ്മുടെ മുൻഗാമികളായ ഉലമാവിന് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത നിലയിൽ നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പൊ അടുത്ത കാലത്തായി അതിന് ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നത്, ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഒരു ധനസഹായം, അതായത് ഒരു ഇർഫാഖ്, ഒരു ധനസഹായം ഉണ്ടല്ലോ അതില്. അപ്പൊ
മുതൽ മുടക്കി അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി എന്നിട്ട് ആ മുതൽ മുടക്കിന് ലാഭം എങ്ങനെ ഉണ്ടാക്കാം. ബാങ്കിലാണെങ്കിൽ അവര് പിന്നെ ലോൺ അനുവദിക്കും. ലോൺ അനുവദിക്കുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് അവർക്ക് പ്രധാനമായ വരുമാനം വരുന്നത്. ഈ പ്രധാനമായ വരുമാനം 3 ചെലവുകൾ അവർക്കുണ്ട്. ആ 3 ചെലവുകളെ കവർ ചെയ്യുന്ന രീതിയിൽ ഇവരെ എന്ത് ചെയ്യും, ബാങ്കിന്റെ ഉടമസ്ഥർ ആ ലോണ് നൽകുന്നതിന് കിട്ടുന്ന ഇൻട്രസ്റ്റുകൾ കവർ ചെയ്യുന്ന രീതിയിലേക്കാണ് അവരെ കണക്കൂട്ടലുകൾ വരിക. അതായത് ഒന്ന്, ഈ സ്ഥാപനം ബാങ്ക് നടത്തുന്നതിന് ചെലവുണ്ടല്ലോ, ഒന്നാം ചെലവ് തന്നെയാണ്. രണ്ടാമത്തത്, ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ, അതും അതിന്റെ ഒരു ചെലവാണ്. അപ്പൊ 2ആയി. മൂന്നാമത്തേത്, ഈ ബാങ്ക് നടത്തുന്നവർ നല്ലൊരു സംഖ്യ മുതൽ മുടക്കിയിട്ട് മൂലധനം വെച്ചിട്ടാണ് ഇവർ ഈ സ്ഥാപനം നടത്തുന്നത് ആദ്യം. അപ്പൊ ആ മുതൽ മുടക്കിന്റെ ലാഭവും വേണം. ഇങ്ങനെ 3 വിഹിതത്തിലേക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപ ചെലവുണ്ടെങ്കിൽ അവര് ഈ 10 കഴിഞ്ഞിട്ട് ഒരു 15, ആ 10 ലക്ഷം, അപ്പൊ ലാഭം നമ്മൾ കൂട്ടിയല്ലോ അല്ലെ, ആ 10 ലക്ഷം എന്ത് ചെയ്യണം, അവർക്ക് കിട്ടുന്ന രീതിയിൽ അവർ ലോന് അനുവദിക്കുകയും ഇൻട്രസ്റ്റിലൂടെ ഇത് സംഘടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അവരുടെ ശൈലി. അപ്പോ അത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം, ഒരു ചാരിറ്റിയോ വെൽഫെയറോ ഒന്നായിട്ട് നമുക്ക് കൂട്ടാൻ കഴിയുന്നില്ല. എന്ന പോലെ തന്നെയാണ് ഇൻഷുറൻസും. ഇൻഷുറൻസ് അതിനെക്കുറിച്ച് അതൊരു വാണിജ്യ സംരംഭം. പിന്നെ രണ്ടാമത് അതുമായി മനസ്സിലാക്കാനുള്ളത്, ഒന്ന്, ഇൻഷുറൻസ് ചെയ്താല് ചിലർക്ക് മാത്രം ഉണ്ടായേക്കാവുന്ന അപകടം മൂലമുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഇൻഷുർ ചെയ്ത നിരവധി പേരിൽ നിന്ന് ധനം ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഇൻഷുറൻസ്. നമുക്കറിയാവുന്നതാണ്. എന്നാലും ക്ലാസ് ആകുമ്പോൾ അതിന്റെ ആമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റുകൾ പറയണമല്ലോ. അപ്പോഴല്ലേ പിന്നെ നമ്മളെ ഉലമാ പറഞ്ഞ അതിലേക്ക് യോജിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നഷ്ടം സംഭവിക്കുന്നത് എന്താണ്, ചിലർക്ക് മാത്രമേ നഷ്ടം സംഭവിക്കുള്ളൂ. നഷ്ടം സംഭവിച്ചാൽ എല്ലാവർക്കും തന്നെ കിട്ടുകയില്ല. എന്താണ്, ആ ക്ലെയിം എല്ലാവർക്കും കിട്ടൂലല്ലോ. അവരുടെ നിബന്ധനയൊക്കെ അനുസരിച്ച് അത് പൂർത്തിയായി ഒക്കെ വന്നാലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ അതിനു പുറമെ മുടക്കുപണം ആവശ്യാനുസരണം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു നിക്ഷേപ പദ്ധതി അല്ല ഇൻഷുറൻസ്. ഇൻഷുർ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ മുടക്കുന്ന പണം നമ്മുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് കൃത്യമായി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പിന്നെയോ, ഇൻഷുറൻസുമാരുടെ വ്യാപാര മാതൃക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസിൽ പണം സമ്പാദിക്കുന്ന എങ്ങനെ, അവർക്ക് അവരുടെ മുതൽ മുടക്കും എന്ന പോലെ ഈ ഈ ക്ലെയിം കൊടുക്കാനുള്ള തുകയും അവർക്ക് കിട്ടണമല്ലോ. പിന്നെന്താകണം, ഈ നടത്താനുള്ള ചെലവും പിന്നെ അവരുടെ ലാഭവും. അപ്പൊ അതിന് സ്വത്ത് ശേഖരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് പ്രീമിയം, നിക്ഷേപ വരുമാനം എന്നിവയിൽ നഷ്ടത്തിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ ശേഖരിക്കുക എന്നതാണ് പ്രീമിയം. ഓരോ ഇൻഷുറൻസ് ഹോൾഡറിൽ നിന്നും വാങ്ങുന്ന പ്രീമിയം എത്ര കോടി, എത്ര ലക്ഷം ഉണ്ട്, അത് അവർ നോക്കും. പിന്നെ ഈ വാങ്ങുന്ന ക്യാഷ് ഈ പ്രീമിയമായി ലഭിക്കുന്ന വലിയ തുകയാണത്. അത് അവര് മറ്റ് ബാങ്കുകളിലും എന്ന പോലെ വ്യവസായ സംരംഭങ്ങളിലും ഒക്കെ നിക്ഷേപിച്ചിട്ട് അതിന്റെ വരുമാനവും അവർക്ക് വരും. ഇത് രണ്ടും കൂടി കൂട്ടിയാല് എന്ത് ചെയ്യരുത്, ഇവർക്ക് ഈ നഷ്ടപരിഹാരം നൽകുമല്ലോ, ക്ലെയിം നൽകുമല്ലോ, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകണം. അപ്പൊ എത്ര കൂടുതൽ ഉണ്ടാകും അത് അവരുടെ ലാഭമാണ്. ഈ രീതിയിലാണ് അതിന്റെ രൂപം. പിന്നെ ഇൻഷുർ ചെയ്യാനുള്ള പിന്നെ ഒന്ന്, ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഈ നിയമത്തിന്റെ മുന്നിൽ തന്നെ അതൊരു ചൂതാട്ടമാണ്. സർക്കാർ ഇങ്ങനെ ഒരു വ്യവസായ സംരംഭം, വാണിജ്യ സംരംഭം തുടങ്ങുമ്പോ അത് അനുവദിക്കണമെങ്കിൽ അത് ചൂതാട്ടാകരുത്, അങ്ങനെ പലതും ആകാൻ പാടില്ല. അങ്ങനെയാണ്. ഇപ്പൊ ലോട്ടറികളൊക്കെ നിരോധിക്കുന്നതിന്റെ ഒരു കാരണം അത് ചൂതാട്ടമാണ് എന്ന നിലക്കാണ്. അപ്പൊ അതിന് പിന്നെ ചില പഴുതുകൾ കണ്ടെത്തിയാണ് അതിവിടെ നിലനിന്നു പോകുന്നത്. അപ്പൊ എന്ന പോലെ ഈ ആകുമ്പോ ചൂതാട്ടാകാൻ കാരണം ഞാൻ നേരത്തെ വായിച്ച 2 കാരണമാണ്. ഒന്ന്, മുടക്ക് പണം ആവശ്യാനുസരണം അല്ലെ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പിന്നെ ചിലർക്ക് മാത്രം ഉണ്ടാകാവുന്ന നഷ്ടം അത് നികത്താന് ഇൻഷുർ ചെയ്ത നിരവധി പേരിൽ നിന്ന് ധനം ശേഖരിക്കുക. ഇത് തന്നെയാണ് അപ്പോ ഷറയിൽ പറയുന്ന ചൂതാട്ടം. മൈസർ അഥവാ ഖിമാർ എന്ന് വിശുദ്ധ ഖുർആനിലെ മൈസർ, ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അൻസാബ് വൽ അസ്ലാം എന്നിങ്ങനെ പറഞ്ഞ ആ മൈസർ, അല്ലെങ്കിൽ അതിന് ഖിമാർ എന്നും പറയും. ഇത് ചൂതാട്ടം അതിന്റെ പരിധിയിൽ വന്നിട്ട് തന്നെയാണ് പൊതു നിയമത്തിലുള്ളത്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ ഇത് ഈ സർക്കാർ അനുവദിച്ചു? സർക്കാർ അനുവദിക്കാൻ കാരണം ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യത്തിന്റെ ആവശ്യകതയാണ് ഇൻഷുറൻസിനെ ചൂതാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നാ. പിന്നെ അപ്പോ
ജനങ്ങൾക്ക് അതിന് താല്പര്യമുണ്ട്. കാരണം എന്താണ്, കുറച്ച് പൈസ കൊടുത്താൽ മതിയല്ലോ, കൊടുത്തത് പോയാലും വേണ്ടിയില്ല. എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ആ നഷ്ടമുണ്ടാകുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് കിട്ടിയാൽ കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ആ പ്രതീക്ഷയുടെ പേരിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോ ഇത് എന്താണ്, ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യവസായമാണ് എന്ന നിലക്കാണ് അത് നിയമം അനുവദിക്കുന്നത്. ഇങ്ങനെയാണ്. പിന്നെ അങ്ങനെയാവുമ്പോ ഇനി يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ഞാൻ പിന്നെ നമ്മളെ ശറഈന്റെ പ്രമാണങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അമൽ ഇൻഷുറൻസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ചൂതാട്ടത്തിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസർ, അല്ല നബിയെ അങ്ങയോട് അവര് ഈ മദ്യം എന്ന പോലെ മൈസർ, ഇത് രണ്ടിനെ കുറിച്ചും ചോദിക്കും. രണ്ടിനെ കുറിച്ചും നബി അങ്ങ് പറയേണ്ടത് എന്താ? ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസി, അതില് വലിയ കുറ്റമുള്ള കാര്യമാണ് മദ്യം. എന്താണ് അത് ഉപയോഗിക്കുന്നത് വലിയ കുറ്റമുള്ള കാര്യമാണ്. എന്നപോലെ മൈസർ ഇടപാടുകൾ, ചൂതാട്ടം, അതിന്റെ പല രീതിയുണ്ട്. അന്ന് ജാഹിലിയ്യത്തിൽ തന്നെ നിലനിന്നിരുന്നതുകൊണ്ട്. അപ്പൊ അതൊക്കെ വലിയ കുറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മനാഫിഉ ലിന്നാസി, ജനങ്ങൾക്ക് അതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. മനാഫിഉ എന്ന് പറഞ്ഞ ബഹുവചന അല്ലെ, അപ്പൊ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, ഇങ്ങനെ ഉപകാരമുള്ളതും കുറ്റമുള്ളതും ആയ ഒരു കാര്യമാകുമ്പോ അതിൽ ശറഈന്റെ പരിഗണന എന്താ, അതിൽ കൂടുതൽ എന്തിനാണ്, ഭൂരിപക്ഷം എന്തിനാണെന്ന് നോക്കുക. അത് നോക്കിയിട്ട് പറഞ്ഞു വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അത് രണ്ടിലും പിന്നെ കുറ്റകരമാകുന്ന കാര്യങ്ങൾ അത് ഉപകാരത്തെക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ വാക്കിൽ തന്നെ, വിശുദ്ധ ഖുർആന്റെ പരാമർശത്തിൽ തന്നെ ഇത് ഇർഫാഖ് ആണല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതില് കുറെ ആൾക്കാരെ സഹായിക്കുന്നുണ്ടല്ലോ, ക്ലൈം നൽകിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയ എന്താണ്, ഒരു ആപത്ത് സംഭവിക്കുമ്പോ, വലിയൊരു ധനനഷ്ടം സംഭവിക്കുന്ന സമയത്ത് വലിയ ഒരു ഉപകാരം വരുന്നു എന്ന ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഒരു ധനസഹായം, ആ ഒരു ജീവകാരുണ്യം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതോടുകൂടെ തന്നെ എന്താണ്, ഇതിന്റെ കുറ്റമാണ് വലിയത്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെടാൻ പാടില്ല. അപ്പൊ ഇർഫാഖാണ് എന്ന ഒരു എന്താണ് പുതിയ അഭിപ്രായം വന്നു എന്ന് പറഞ്ഞല്ലോ, അതിന് വിശുദ്ധ ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ മനാഫിഉ ലിന്നാസി എന്ന് പറഞ്ഞതിന് തഫ്സീറിൽ കാണാം, അബ്ദുല്ലാഹി നസബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിൽ മൈസിരി ബി ഇർതിഫാഖിൽ ഫുഖറാഇ ഔ നൈലിൽ മാലി ബിലാ കദ്ദിൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ മൈസിർ അതില് ജനങ്ങൾക്കുള്ള ഉപകാരം എന്ന് പറഞ്ഞാല് ഫുഖറാ, സാധുക്കളായ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടും അതുകൊണ്ട് എന്നാണ്. എന്ന പോലെ ഔ നൈലിൽ മാലി ബിലാ കദ്ദിൻ, അധ്വാനമില്ലാതെ പണവും ലഭിക്കും. ഇത് രണ്ടും ഈ ചൂതാട്ടത്തിൽ ഉണ്ട് എന്നതോടുകൂടെ തന്നെ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷുറൻസിൽ അത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ പാടില്ല എന്നുള്ളതാണ് അതിന്റെ രൂപം. ഇനി പിന്നെ അതിന് ഉദാഹരണങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പിന്നെ ഈ ജാഹിലിയ്യത്തിൽ നിലവിലുണ്ടായിരുന്ന ഒട്ടകത്തിന്റെ എന്താണ് ഒരു ഒട്ടകം വാങ്ങിയിട്ട് അറക്കുന്ന ഒരു രൂപം പറയുന്നുണ്ട്. അപ്പൊ എന്ന പോലെ ഈ അയിമത്ത് പിന്നെ പറഞ്ഞ വേറൊരു ഉദാഹരണമാണ്. പിന്നെ പഴയകാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോ അയിമത്തത് പറഞ്ഞിട്ടുണ്ട്. പഴയകാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു രൂപം എന്ന് പറഞ്ഞാല് ഈ ഒരു കപ്പല് എന്താണ് ഈ വാടകയ്ക്ക് എടുക്കുക. രൂപം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ഹനഫി ഫിഖ് അയിമത്തൊക്കെ പലരും പറഞ്ഞതാണ്. അതായത് കിതാബ് പിന്നെ റദ്ദുൽ മുഖ്താർ അല ദുറുൽ മുഖ്താർ എന്ന് പറഞ്ഞ ഫിഖിന്റെ കിതാബ്, അത് ഹനഫി ഫിഖിലെ കിതാബാണ്. അത് ആ ഉദാഹരണം ആ കിതാബില് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. പിന്നെ മസല അങ്ങനെ തന്നെയാണ് ഹനഫി ഫിഖിലും ഷാഫി ഫിഖിലും ഒക്കെ. അതിന്റെ 4-ാം വല്യ 170-ാം പേജിൽ പറയുന്നുണ്ട് വത്തലബുൻ എന്ന് പറഞ്ഞിട്ട് ഈ ചൂതാട്ടത്തിന്റെ ഒരു രൂപം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഏകദേശ രൂപം തന്നെയാണ്. ഒരു കപ്പൽ എന്ത് ചെയ്യുക, വാടകയ്ക്ക് എടുക്കും. അപ്പൊ കപ്പൽ വാടകയ്ക്ക് എടുക്കുമ്പോ അവിടെ ഒരു ഹർബിയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ കപ്പൽ ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചരക്ക് കപ്പലാണ്. അപ്പോ ഒരു ശത്രു
അറബിയ് എന്ന് പറഞ്ഞാല് മുസ്ലിം രാജ്യത്തോട് ശത്രുത പുലർത്തുന്ന, രാജ്യത്ത് താമസിക്കുന്ന അവിശ്വാസിയായ വ്യക്തി, അത്ര. അപ്പോ രാജ്യങ്ങൾ തമ്മിൽ എന്താണ് സഹകരണ നിരാക്രമണ കരാറുകളൊന്നും ഇല്ല എന്നർത്ഥം. അപ്പൊ അങ്ങനത്തെ ആ നാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അതായത് അവരുടെ നാട്ടിൽ കച്ചവടത്തിന് പോകുമ്പോ ഒരു പതിവ് അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോ അതിന് പല സ്വഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഒരാളിൽ നിന്ന് ഒരു കപ്പൽ വാടകയ്ക്ക് എടുക്കുന്നു ചരക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ഒരാളല്ല, കുറെ ആൾക്കാരുടെ ചരക്ക് കൊണ്ടുപോകണം. അങ്ങനെ പോകുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇപ്പൊ ഒരു 10-15 പേരാണ് ചരക്കാണ് ഈ കപ്പലിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ആ നാട്ടുകാരൻ തന്നെയായ ഒരാളിന് കുറച്ച് പൈസ കൊടുക്കും. അങ്ങനെയാണ് വിശദീകരണം പറയുന്നത്. കുറച്ച് ക്യാഷ് കൊടുക്കും. എന്നിട്ട് അങ്ങനെ ഈ ക്യാഷ് കൊടുക്കുന്നത് ഈ കപ്പലിന്റെ ഉടമസ്ഥനല്ല, അടക്ക വേറൊരാളാണ് ക്യാഷ് കൊടുക്കുക. അപ്പോ അയാളുമായിട്ടുള്ള ധാരണ എന്താ? ഈ ഇടപാടിന് ക്യാഷ് കൊടുക്കുന്നത് എന്തിനാ? ഈ കപ്പലിൽ പോകുന്ന സാധനം കപ്പൽ മുങ്ങിയിട്ടോ അല്ലെങ്കിൽ അതിൽ എന്താണ് ഏതെങ്കിലും രീതിയിൽ നഷ്ടം സംഭവിച്ചു പോയാലോ, ഒന്നിൽ എല്ലാവരുടെയും സ്വത്ത് നശിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ചാൾക്കാരുടെ സ്വത്തിന് നഷ്ടം വന്നു പോയാൽ ഈ ക്യാഷ് വാങ്ങുന്ന ആൾ, ഈ ക്യാഷ് കൊടുക്കുന്ന ആളുണ്ടല്ലോ, രണ്ടാമത്തെ വ്യക്തി, അയാൾ ഇതിന് നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ളതാണ് ഇടപാട്. അതായത് ഇൻഷുറൻസ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള അതേ രൂപം തന്നെയാണ്. അപ്പൊ ആ വ്യക്തി എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക രാജ്യവുമായി നിരാക്രമണ കരാർ, നയതന്ത്ര കരാറൊന്നും ഇല്ലാത്ത രാജ്യത്ത് ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അയാൾക്കൊരു വക്കീൽ ചിലപ്പോ മുസ്ലിം രാജ്യത്തിന്റെ തുറമുഖങ്ങളിലൊക്കെ ഉണ്ടാകും. എന്നാൽ മറ്റേയാളുടെ വക്കീലാണ്. അപ്പൊ ഇയാളാണ് ഇവിടെ ക്യാഷ് കളക്ട് ചെയ്യുക, എന്നിട്ട് ഇയാളാണ് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് അയിമത്ത് പറഞ്ഞു, ഇത് ശരിക്കും എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ ഇടപാട് മൈസറാണ്, ചൂതാട്ടമാണ്. അപ്പൊ അത്രയും കൃത്യമായി പഴയകാല ഉലമ തന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് നമ്മൾ ചൂതാട്ടാണ് എന്നുള്ള പഴയകാല ഉലമാന്റെ നിലപാട് തന്നെയാണ് നമുക്ക് ശരിയായി മനസ്സിലാക്കുന്നത്. അതിൽ തിരുത്തിന് വകകൾ കാണുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ ഇത് ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്, പ്രധാനമായും വാഹന ഇൻഷുറൻസ്. അപ്പോ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ. അതായത് ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായി, നമ്മൾ ചെയ്യേണ്ടി വന്നു. അപ്പോ അതുകൊണ്ട് ഈ ആളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഇയാൾ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം തെറ്റാണ് യഥാർത്ഥത്തിൽ, പക്ഷെ ഇയാൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അല്ല ചെയ്തത്. എന്നാലോ ഇയാള് പിന്നെ മരിക്കോളം അതിന് ഇസ്തിഗ്ഫാർ ചെയ്യൂലല്ലോ, തെറ്റ് അതിന് പൊറുക്കൽ ചോദിക്കൂല. അപ്പൊ അയാൾ ആ തെറ്റോടുകൂടെ പൊറുക്കലൊന്നും ചോദിക്കാതെ അങ്ങ് മരിച്ചു പോവുക എന്ന് പറഞ്ഞ വലിയ അബദ്ധമാണല്ലോ. എന്നാലോ ഈ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാവുമ്പോ ഇത് തെറ്റാണ് റബ്ബെ, അപ്പൊ ഇൻഷുറൻസിനെ കുറിച്ച് തന്നെ പറയാം, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങള് തെറ്റാണ് റബ്ബെ അറിയാം, പക്ഷെ അവിടെ ചെയ്യല്ല, റുവാഹല്ല, നമുക്ക് ജീവിക്കണ്ടേ. അപ്പൊ ആ രീതിയിൽ അനിവാര്യമായ ഖദർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ വാഹനങ്ങൾക്കൊക്കെ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് അനുമതി ഉണ്ടാകുന്നതല്ല. പിന്നെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ സൗകര്യമുള്ളൂ. കാരണം അത് മാത്രമല്ല ഇവിടെ നിർബന്ധമായതുള്ളൂ. അത്രയും നിർബന്ധിത സാഹചര്യം എന്ന്, അത് ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പലരും പല ഫീൽഡിലും ബന്ധപ്പെടുന്നവരുണ്ടാവും. അപ്പോ പലതിനും ഇൻഷുർ ചെയ്യൽ നിർബന്ധിത സാഹചര്യം ഉണ്ടാവും, തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും ഒക്കെ. അപ്പൊ ഞാനീ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസേ നിർബന്ധമുള്ളൂ, ഫുൾ കവർ ഇൻഷുറൻസ് വാഹനത്തിന് നിർബന്ധമില്ല. അപ്പൊ തേർഡ് പാർട്ടിയിൽ നമ്മൾ പരിമിതപ്പെടുത്തുക. നമ്മൾ ചെയ്യുമ്പോ ഒരു കുറ്റബോധ മനോഭാവത്തോടുകൂടെ, ഒരു ഇസ്തിഗ്ഫാർ, അല്ലാഹു തആലയോട് റബ്ബേ ഇത് നീ പൊറുക്കണേ എന്ന ഒരു മനോഭാവത്തോടുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അത്രയാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പലരും ചോദിക്കാനുണ്ടാവും, നമുക്ക് അവസാനം ഒരു സമയം ഞാൻ തരും. ഒന്നും കൂടി പറയാം, നമുക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്. പിന്നെ രണ്ടാമത്തെ ലീസിങ് എന്നതാണ്. ലീസിങ് എന്ന് പറഞ്ഞാൽ പണയത്തിനെടുക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കെടുക്കുക, ലീസിനെടുക്കുക, ഇങ്ങനെയൊക്കെ മലയാളത്തിൽ പല ഭാഗത്തും പല പേരും പറയും. അപ്പോ ഈ പൊതുവെ എടുക്കൽ വീടും ഫ്ലാറ്റുകളും ഒക്കെയാണ്. പിന്നെ വാഹനമുണ്ട്. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരെന്ത് ചെയ്യും, വാഹനം പോകണം. അപ്പോ അവര് വേറെ വാഹനമുള്ളവർക്ക് 1,00,000 ഷോക്ക് കൊടുത്തിട്ട് കാറൊക്കെ എടുക്കും. ഒരു 6 മാസത്തേക്ക്, അല്ല 3 മാസത്തേക്കോ, അല്ലെങ്കിൽ ഒരു പീരീഡ് 2 മാസത്തേക്കോ ഒക്കെ എടുക്കും. അവര് പോകുമ്പോ ഈ ക്യാഷിങ് ഫുള്ള് തിരിച്ചു കൊടുക്കും, വണ്ടിയും കൊടുക്കും. അപ്പൊ അത്രയും കാലം അവർ ഉപയോഗിച്ചു. അപ്പൊ ഇവിടെ ഈ വാഹനം പണയമാണ്, ഈ ക്യാഷ് കടമാണ്. ഇങ്ങനെ അല്ലെങ്കിൽ വീട്, ഫ്ലാറ്റ്, ഇതൊക്കെ പണയമായി എടുക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന്റെ ഹുക്കുമെന്ത് എന്നാണ്. അതായത് പണയ വസ്തു ഉപയോഗിക്കുന്നതിന്റെ ഹുക്കുമെന്ത്, നമുക്ക് പറ്റുമോ ഇല്ലേ എന്നാണ്. പൊതുവെ നമ്മളെ ധാരണ അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ
എന്നാല് അതായത് അത് ചെയ്യുന്നവരൊക്കെ ധാരണ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പണയ വസ്തു എന്താണ് നിബന്ധനയാക്കിക്കൊണ്ട് എടുത്ത് അത് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ്. അപ്പോ അതിന്റെ കൃത്യമായ രൂപമുണ്ട് ആ ഇടപാട് പാടില്ലാതാകുന്നതിനും. എന്നാൽ അതിൽ ഇൻഷുറൻസിനെ അപേക്ഷിച്ച് കുറെ ഇളവുകൾ വരുന്ന രൂപമുണ്ട്. ഞാൻ വിശദീകരിക്കാം. അതായത് ഇത് റിബൽ ഫളില് എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പലിശ, ഇസ്ലാമിൽ പലിശ ഉണ്ടല്ലോ, അപ്പൊ അതിൽ റിബൽ ഫളില് എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പെടുമോ ഇല്ലേ എന്നുള്ളതാണ്. അതായത് കടം കൊടുക്കുന്ന വ്യക്തിക്ക് ഈ കടം വാങ്ങുന്ന വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം നിബന്ധനയാക്കുക എങ്കിൽ അത് റിബൽ ഫളില് എന്ന് പറയും. അത് റിബൽ ഫളില്, അത് റിബൽ ഖർള് എന്ന പ്രത്യേക പേരിലുണ്ട്. അതായത് കടം വാങ്ങുമ്പോഴുള്ള പലിശ. അതിന് ഫുഖഹ ഇങ്ങനെ പറഞ്ഞ ഫത്തുൽ മുഈനിൽ തന്നെ കാണാം. മുഖരിൽ കടം കൊടുക്കുന്ന ആള് അയാൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നത് ആ ഇടപാടിൽ നിബന്ധനയാക്കുക എന്നാണ്. അപ്പോ ഇടപാടില് പിന്നെ നിബന്ധനയാക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇടപാടിൽ നിബന്ധനയാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഈ വീടും അല്ലെങ്കിൽ കാറും അല്ലെങ്കിൽ ഫ്ലാറ്റ് പറഞ്ഞൊക്കെ പണയത് എടുക്കുമ്പോ അതിന്റെ അഗ്രിമെന്റ് എഴുതുമ്പോ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഇടപാട് പറയുമ്പോ ചിലപ്പോ അഗ്രിമെന്റ് എഴുതുന്ന വാക്കാൾ പറയുള്ളൂ. അപ്പൊ ഞാൻ എന്താണ് 10 ലക്ഷം രൂപ എന്നോ അല്ലെ 5 ലക്ഷം എന്നോ ഈ വീട് ഞാൻ ഉപയോഗിക്കും, ആ വീട്ടിൽ ഞാൻ താമസിക്കും എന്ന നിബന്ധനയോടുകൂടെ ഇത് വീട് പണയമായി തന്നു എന്ന് ആ ഇടപാടിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ റിബയാണ്, ആ വൻകുറ്റമാകുന്ന ഈ പലിശ ഇടപാടിൽ വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ എന്താണ് ഒരു എളുപ്പത്തിന് ചെയ്യാറുണ്ട്. ഈ ഇടപാട് നടത്തുമ്പോൾ ഈ വീടിന് ഒരു ചെറിയ വാടക, ഒരു 100 രൂപയെങ്കിലും വാടക നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഒരു 500, ചിലപ്പോൾ 10,000 വാടക കിട്ടുന്ന ഒരു വീടായിരിക്കും, ഒരു 500 രൂപ വാടക നിശ്ചയിക്കുക, ഒരു 500 രൂപ മാസം കൊടുക്കുക. അപ്പൊ ഇടപാടിന്റെ സ്വഭാവം മാറി. അപ്പൊ അത് പണയല്ല, അത് വാടകയാണ്. വാടക ഇത്ര നിശ്ചയിക്കാവുന്നൊന്നുമില്ല. അത് പിന്നെ മുതലായി കണക്കാക്കാവുന്ന ഏത് ചെറിയ സംഖ്യയും വാടകയാകാനും വിലയാകാനും പറ്റുമെന്നാണ്. അപ്പൊ 100 രൂപയൊക്കെ മുതലാണല്ലോ. അപ്പൊ 100, 250, 500 ഒക്കെ ഒരു വിലയായി നിശ്ചയിക്കുന്ന ഒരു രൂപ ഉണ്ട് അവിടെ. ഇടപാടിൽ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, 250 രൂപയ്ക്ക് ഈ വീട് ഒരു മാസത്തേക്ക് അങ്ങനെ എന്ത് ചെയ്യുക, മാസം തോറും വാടകയ്ക്ക് തന്നു എന്നാകും. അപ്പൊ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരിക്കും. അതാണ് പിന്നെ കടമായിട്ട് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സുരക്ഷിതമായി. എന്നാല് ഇവിടെ ആ ഇടപാടിൽ നിബന്ധനയാക്കുക എന്ന് പറഞ്ഞപ്പോ പിന്നെ ബാജൂരിയില് അവിടെ പറഞ്ഞു ഈ ഇടപാടിൽ നിബന്ധനയാക്കുക എന്ന് പറഞ്ഞില്ല. ആ പണയം ഇടപാടിൽ നിബന്ധനയാക്കുമ്പോഴേ അത് ഹറാമാകുന്നുള്ളൂ, ഇല്ല ഹറാമാകുന്നില്ല. പണയം ഇടപാടിൽ നിബന്ധനയാക്കുമ്പോഴേ ഹറാമാവുള്ളൂ. അപ്പൊ ഞാൻ 10 ലക്ഷം തരുന്നു, ഈ ഫ്ലാറ്റ് എനിക്ക് എന്താണ് പണയമാണ്, ഞാനതിൽ താമസിക്കുമെന്ന് നിബന്ധന അപ്പൊ തന്നെ ആക്കുക. താമസിക്കും എന്ന് അത് ഈ നിബന്ധനയാകുന്നത് എങ്ങനെ എന്ന് ഫുഖഹ പിന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് അതിന് ചില പദപ്രയോഗങ്ങളുണ്ട്. ബി ഷർത്തി അല്ലെങ്കിൽ അലാ ഷർത്തി എന്നൊക്കെയാണ് അതിനെ അറബിയിൽ പറയാ. എന്ന നിബന്ധനയോടുകൂടെ എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ താമസിക്കും എന്ന നിബന്ധനയോടെ ഞാനതിൽ താമസിക്കും എന്ന് ഒരു എന്താണ് ഫ്യൂച്ചർ ടെൻസ് പറഞ്ഞാൽ അത് നിബന്ധനയാകുമല്ലേ? അത് നിബന്ധനയാണ്. ഇത് ഞാൻ എന്ത് ചെയ്യാം, പണയം തന്നു, അതിന് കടം ഇത്രയാണ്, 10 ലക്ഷം രൂപ ഇങ്ങോട്ട് കടം തരുന്നതിന് ഞാൻ വീട് പണയം തന്നു, ഞാനതിൽ താമസിക്കും, അല്ലെങ്കിൽ നീ അതിൽ നിനക്കതിൽ താമസിക്കാം എന്നിങ്ങനെ പറഞ്ഞാൽ അതും നിബന്ധനയാണ് എന്നാ. എന്നാലോ അമ്രസിക അതായത് കൽപ്പനാ ക്രിയ, നീ അതിൽ താമസിച്ചോ എന്നിങ്ങനെ കൽപ്പനാ രൂപത്തിൽ പറയുകയാണെങ്കിൽ അതൊരു പുതിയ വാചകമാണ്. അത് ഈ പിന്നെ ഇടപാടിലെ നിബന്ധനയായി പരിഗണിക്കുന്നതല്ല എന്ന അവിടെ അഭിപ്രായമുണ്ട്. അപ്പോ ഈ ഒരു കച്ചവടവും എന്ന പോലെ നിബന്ധനയും അത് പാടില്ല എന്ന്. ഒരു കച്ചവടത്തിന്റെ കൂടെ ഒരു നിബന്ധന വെക്കുക, ബൈഅൻ വ ഷർത്തുൻ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. അപ്പൊ അത് ഉദാഹരണം അയിമത്ത് പറഞ്ഞതിലുണ്ട്. ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുകയാണ്. അപ്പൊ ആ സാധനം വാങ്ങിക്കുമ്പോൾ ഈ സാധനം എന്റെ വീട്ടിലേക്ക് എനിക്ക് എത്തിച്ചു തരണം എന്ന നിബന്ധനയോടുകൂടെ ഞാൻ ഈ സാധനം ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് നിബന്ധനയാണ്. കച്ചവടം പാടില്ല, ഹറാമാണ്. നാട്ടിൽ സാധാരണ നടക്കുന്നതാണ്. എന്നാലോ ഹോം ഡെലിവറി എന്നിങ്ങനെ പറയുന്ന അതൊരു ധാരണ മാത്രമാണ്, വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന്. ഈ ഇടപാടിൽ കൃത്യമായി അങ്ങനെ പറയുന്നില്ല.
അല്ലെങ്കിൽ എന്താണ് ഈ ഇടപാട്, ഈ സാധനം എത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു, വലിയ സാധനമായിരിക്കും, ഫർണിച്ചറോ കാര്യങ്ങളൊക്കെ 5 ലക്ഷത്തിന്റെ ഒക്കെ വാങ്ങിയത്, ഇതെനിക്ക് വീട്ടിലേക്ക് എത്തിച്ചേരണം കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നിബന്ധനയിൽ പെടുന്നതല്ല എന്ന് ഫുഖഹ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൃത്യമായി അളന്നു മുറിച്ചുകൊണ്ട് അയിമത്ത് എന്താണ് ഇതിന്റെ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ നിബന്ധന ഇടപാടിൽ നടത്തുമ്പോ ഇത് പാടില്ല എന്നാണ്. അപ്പൊ ഇടപാടിൽ അല്ല, മുൻപേ ധാരണയാക്കി ഞാൻ എന്തിനാ ഈ വീട് വാടക പണയം തരുന്നത്, ഈ സംഖ്യ കടം തരുമ്പോ എനിക്ക് എന്താണ് വീട് പണയം തരണം, വാഹനം പണയം തരണം, ഉപയോഗിക്കാനാണ്, കുഴപ്പമില്ല, നേരത്തെ ധാരണയാക്കിയതാണ്. അത് ഈ എന്താണ് വാക്കാൽ പറയുന്ന ഇടപാടിന്റെ കൂടെയോ അല്ലെങ്കിൽ എഗ്രിമെന്റിലോ അത് എഴുതാൻ പാടില്ല എന്നേ ഉള്ളൂ. പിന്നെ എന്ന് മാത്രല്ല, ഈ അങ്ങനെ ഒരു ഉപകാരം ഈ ഇടപാടിൽ നിബന്ധനയാക്കിക്കൊണ്ട് അല്ലാതെ ഈ ക്യാഷ് കടം കൊടുക്കുന്ന ആളിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കൽ സുന്നത്താണ് എന്നവരെ അയിമത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതും ഫത്വൽ മുഈനിൽ തന്നെ കാണാം. ജാസലി മുഖ്തരിലിൻ യസ്ലു ഇലൈഹി മിൻ മുഖ്തരിലിൻ കറദ്ദി സായിദ് ഖദറൻ ഔ സിഫത്തൻ എന്നിങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പൂർണ്ണമായി ഞാൻ വായിക്കുന്നില്ല. അപ്പോ ഈ കടം കൊടുക്കുന്ന, ക്യാഷ് കൊടുക്കുന്ന ആളിന് ഉപകാരം ആരിൽ നിന്ന്, കടം വാങ്ങിയ ആളിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ അനുവദനീയാണ്. ഉപകാരം അനുവദനീയാണെന്ന ഷർത്ത് നിബന്ധനയാക്കാൻ പാടില്ല. ഏതുപോലെ റദ്ദി സായിദി, വാങ്ങിയതിനേക്കാൾ കൂടുതൽ കൊടുക്കുക, കൂടുതൽ തിരിച്ചു കൊടുക്കൽ സുന്നത്താണെന്ന്. 1 ലക്ഷം രൂപ കടം വാങ്ങിയ ഒരു 10,000 രൂപ കൂടി അധികം കൊടുക്കൽ സുന്നത്താണ് എന്ന്. അപ്പൊ അത് ഇയാൾക്ക് അനുവദനീയമാണ്. അത് തിരിച്ചു കൊടുക്കുന്നത് വർദ്ധിച്ച വസ്തു എന്ന് പറഞ്ഞാൽ ഖദറ ഒന്നേ അളവിൽ വർദ്ധിച്ചതാകാം, ഔ സിഫത്തൻ അല്ലെങ്കിൽ എന്താണ് ഗുണം കൊണ്ട്, അതിന്റെ വിശേഷണം കൊണ്ട് കൂടുതലാണ്, അല്ലെങ്കിൽ അവിൽ അജുവതി അല്ലെങ്കിൽ ഗുണമേന്മ കൂടിയ സാധനമാണ് തിരിച്ചു കൊടുത്തത്, ഇങ്ങോട്ട് വാങ്ങിയാൽ അതിനേക്കാൾ നല്ല സാധനം തിരിച്ചു കൊടുത്തത്. ഇതൊക്കെ അവിടെ പറഞ്ഞു ബിലാ ഷർത്തിൻ ഫിൽ അഖദി, അല്ല ആ ഇടപാടിൽ ഇത് നിബന്ധനയാക്കാൻ പാടില്ല. 1 ലക്ഷം കടം കൊടുത്തപ്പോ 1,10,000 തിരിച്ചു തരണം എന്ന നിബന്ധനയോടുകൂടി ഞാൻ കടം തരുന്നു എന്ന് പറഞ്ഞ പലിശയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, നേരത്തെ ധാരണയാക്കിയതാണ്. അല്ലെങ്കിലോ പിന്നെ ഈ പറഞ്ഞ ധാരണയൊന്നും ഇല്ലാതെ അയാൾ സ്വന്തം എന്താണ് അയാള് സ്വമേധയാ കൊടുത്തതാണ്, എന്നാലും അത് അനുവദനീയാണ് എന്ന് ജാസ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ബൽ യുസന്നു ദാലിക്കലി മുഖ്തരിലിൻ, അത് കടം വാങ്ങുന്ന ആളിൽ ഇങ്ങനെ നല്ലത് തിരിച്ചു കൊടുക്കുക, കൂടുതൽ തിരിച്ചു കൊടുക്കുക എന്നതൊക്കെ സുന്നത്താണ്. അതിന് ഹദീസൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ തരുമ്പോ കൊടുക്കുന്ന ആളിൽ സുന്നത്താണ്, വാങ്ങൽ അനുവദനീയാണെന്ന് പറയുന്നത്. വാങ്ങൽ കറാഹത്തുണ്ടോ? അനുവദനീയമാണെന്ന് പറഞ്ഞാൽ ഹറാമില്ല എന്നേ ആവുള്ളൂ, അല്ലെ? കറാഹത്തുണ്ടോ? കറാഹത്തും ഇല്ല. വലായുക്കറഹുലി മുഖരിലിൻ അഖ്ദുഹു ഖബൂലി ഹദിയത്തിഹി എന്നും ഫത്വൽ മുഈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അധികം തരുന്നത് വാങ്ങൽ കറാഹത്തുമില്ല. ഇതുപോലെ അയാള് ഹദിയകൾ കൊണ്ട് തന്നാൽ, ഒരാളുടെ ക്യാഷ് കടം കൊടുത്തു, അയാൾ ഇടക്കിടക്ക് ഹദിയ കൊണ്ട് തരും, അതും വാങ്ങൽ കറാഹത്തില്ല, കുഴപ്പമില്ല. പക്ഷെ നിബന്ധനയാക്കരുത്. ഇടപാടിൽ നിബന്ധനയാക്കാൻ പാടില്ല. എന്നൊക്കെ കബൂലി ഹദിയത്തിഹി എന്ന് പറഞ്ഞിടത്തും അബ്ദുൽ ഹമീദ് ഷെർവാനി റഹിമഹുല്ലാ പറഞ്ഞു ബി ഗൈരി ഷർത്തിൻ, നിബന്ധനയാക്കാതെ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പൊ ഫത്വൽ മുഈനിൽ അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് ഒരു മസലയും കൂടി, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്, ആ വിഷയം നിർത്തുകയാണ്. അതായത് പിന്നെ സ്ത്രീകള് എന്ത് ചെയ്യും, ആഭരണം കടം വാങ്ങുമല്ലോ, ആഭരണം പണയം വാങ്ങും. അല്ലാതെ വായ്പ വാങ്ങി കല്യാണത്തിനൊക്കെ ഇട്ടോണ്ട് പോകുന്ന അതല്ല മസല. പിന്നെ കടം കൊടുത്തിട്ട് ആഭരണം പണയം വാങ്ങും. ഈ പണയമായി വാങ്ങുന്ന ആഭരണങ്ങൾ ഈ സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? ഫത്വൽ മുഈനിൽ തന്നെ ചോദ്യമുണ്ട്. എന്താണ് ഒരു പെണ്ണ് ആഭരണം പണയം വാങ്ങി, പൈസ കടം കൊടുത്തതിന് പണയം വാങ്ങി, അത് ധരിക്കുന്നു ആരുടെ സമ്മതത്തോടുകൂടെ? ഈ ആഭരണത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീ ഉണ്ടല്ലോ, ആളുണ്ടാവുമല്ലോ, അവരുടെ സമ്മതത്തോടുകൂടെ ഈ പണയം വാങ്ങിയവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അതിന് പറഞ്ഞു അതെ, അവിടെ അങ്ങനെ ധരിക്കുന്നത് കൊണ്ട് എന്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ലമാനില്ല, അത് നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഉത്തരവാദിയാകുന്നതല്ല എന്ന മറ്റേ അവിടെ ചോദ്യം വന്നത് ഉത്തരവാദിയാവോ ഇല്ലേ എന്നുള്ളതാ. അപ്പൊ അത് ധരിക്കാം എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അവരുടെ സമ്മതം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ നമ്മളെ ഈ വാഹനവും കാര്യങ്ങളും അതും ഇതൊക്കെ അവരുടെ സമ്മതത്തോടുകൂടെ ഇടപാടിൽ ലീസും എന്നൊക്കെ ആ നിബന്ധന വെക്കാതെ, ഇടപാടിൽ നിബന്ധന വെക്കാതെ ആവുമ്പോ അത് അനുവദനീയാണ് എന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ്. ഇനി അടുത്തൊരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ്, നമ്മളെ സമയം ഏകദേശം അവസാനിക്കാനാകുന്നുണ്ട്. ഇനി എന്താണ്, ഡിജിറ്റൽ കറൻസി അല്ലെ ക്രിപ്റ്റോ കറൻസി എന്ന് 2 വിഭാഗത്തിൽ കൊടുത്തിരുന്നു. അതാണ് നമ്മളെ 3-ാമത്തെ വിഷയം. ഡിജിറ്റൽ മണി എന്ന് പറഞ്ഞത്
മൂന്നിനുമായിട്ടാണ് ഇപ്പോൾ എന്താണ് ആസൂത്രണം ചെയ്യപ്പെട്ടതായി കാണപ്പെടുന്നത്. ഒന്ന് ക്രിപ്റ്റോ കറൻസി തന്നെ, വെർച്വൽ കറൻസി എന്നും കാണുന്നുണ്ട് പിന്നെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, ഇങ്ങനെ 3 രൂപം. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ആവുമ്പോ അതിന് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും അതിനെ നിയന്ത്രിക്കാൻ. ഇപ്പോ ഇന്ത്യ രാജ്യത്തെ റിസർവ് ബാങ്ക് ആണല്ലോ ഇവിടുത്തെ കറൻസി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ സർക്കാർ നേരിട്ടുണ്ടാവും. അതില്ലാത്ത പ്രൈവറ്റ് ആണ് ഈ വെർച്വൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്നത്. അപ്പോ അതിന്റെ നേട്ടങ്ങൾ ഒക്കെ നമുക്കൊക്കെ എന്നെക്കാൾ കൂടുതൽ ചിലപ്പോൾ അറിയാൻ കഴിയും. ഏതായാലും അതിന്റെ വ്യത്യാസം എന്താന്ന് ഞാൻ പറയാം. പരമ്പരാഗത കറൻസികൾക്ക് സമാനമായ സ്വഭാവ സവിശേഷതകൾ ഡിജിറ്റൽ കറൻസികൾക്ക് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അച്ചടിച്ച നോട്ടുകളോ നാണയങ്ങളോ ഉള്ള കറൻസികൾ പോലെ കയ്യിൽ പിടിക്കാൻ കഴിയുന്ന ഒരു ക്ലാസിക്കൽ ഫിയറ്റ് കറൻസി അല്ലത്. അപ്പൊ കൈ പിടിക്കാനും നോട്ടും എന്ന പോലെ നാണയത്തൊട്ടും ഒന്നും ഉണ്ടാകുന്നതല്ല, അല്ലാത്തൊരു കറൻസിയാണ്. അപ്പൊ അങ്ങനത്തെ അല്ലാത്തൊരു കറൻസിയാണ്. എന്നിരുന്നാലും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും മനുഷ്യ ഇടപാടുകളിലേക്കും പണം സംഭരിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന സെർവറുകളുടെ വിവരങ്ങളും പ്രോസസ്സിംഗ് ശക്തിയും വരുന്ന ഒരു അൺക്ലാസിക്കൽ അർത്ഥത്തിൽ അവയ്ക്ക് ഒരു ഭൗതിക രൂപമുണ്ട്. അതാണ് പിന്നെ രണ്ടാമത്തെ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇത് സംഗതി ഡിജിറ്റൽ കറൻസി എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒന്നല്ലല്ലോ, അത് ഉള്ളൊരു സംഗതിയാണ്. മൗജൂദും ഫി നഫ്സിൽ അംരി എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ മൗജൂദും ഫിൽ ഖാരിജി എന്നൊക്കെ പറയാവുന്ന ഉള്ള ഒരു സംഗതി, ഒരു ഭൗതിക രൂപം ഉണ്ടത്. കയ്യിൽ പിടിക്കാൻ നോട്ടായിട്ട് എടുക്കാനൊന്നും പറ്റുന്നതല്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ അൺക്ലാസിക്കൽ ഭൗതിക രൂപ ഇന്റർനെറ്റിലൂടെ ഏതാണ്ട് തൽക്ഷണ ഇടപാടുകൾക്ക് അനുവദിക്കുന്നു. അതായത് ബാങ്ക് സമയമൊന്നും പരിഗണന ഇല്ലാതെ രാജ്യാന്തര അതിർത്തികൾക്ക് അപ്പോ രാജ്യാന്തര അതിർത്തികൾക്ക് അതിന്റെ ഒന്നും പരിധിയില്ലാതെ കൈമാറാൻ കഴിയുന്നു എന്നതാണ് അതിന്റെ പ്രധാന നേട്ടമായിട്ട് പറയപ്പെടുന്നത്. പിന്നെ അതുമല്ല, നോട്ടുകൾ അടിക്കുന്നതിന്റെ ചെലവൊന്നുമില്ല ഇതിന്. നോട്ടുകൾ അടിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചെലവില്ലേ, ആ ചെലവുകളൊന്നുമില്ല. അപ്പൊ ഏതായാലും ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസിയുടെ മറ്റു രൂപങ്ങൾ, അതായത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ആണെങ്കിലും വെർച്വൽ കറൻസി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആസൂത്രണം ചെയ്യപ്പെട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം ഒരു ഭൗതിക രൂപമുള്ളതാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാനേ കഴിയുള്ളൂ. ഭൗതിക രൂപം ഉണ്ട് എന്ന് പറയുമ്പോ, ഉദാഹരണത്തിന് നമ്മളെ എല്ലാ ഫോണുകളിലും മുസാഹഫ് ഉണ്ടല്ലോ അല്ലെ, അതുപോലെ ഒരുപാട് വെറുതുകളും കാര്യങ്ങളും മറിച്ചതും എല്ലാം ഉണ്ട് നമ്മളെ. അപ്പോ മുസാഫ് ഇല്ലേ, അവിടെ ഉണ്ടല്ലോ, നമ്മൾ നോക്കി ഓതുകയും ചെയ്യുന്നില്ലേ. എന്നാൽ ആ മുസാഫ് നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റുമോ? ആ ഫോണിലുള്ള അല്ലെങ്കിൽ സിം കാർഡിലുള്ള ഈ മെമ്മറി കാർഡിലുള്ള അതൊരു ഡിജിറ്റൽ രൂപമാണ്. അത് നമ്മളെ കയ്യിലേക്ക് എടുക്കാൻ പറ്റുന്നതല്ല, ഒരു പുസ്തക രൂപത്തിലേക്ക് കിട്ടുന്നതല്ല. അത് പ്രിന്റ് ചെയ്ത് വേറെ എടുക്കണം. അതിലുള്ള അത് നമ്മളെ ആ രീതിയിൽ കിട്ടുന്നതല്ല. അങ്ങനെയാണ്. അപ്പോ എന്ന പോലെ നമ്മളെ കയ്യിലേക്ക് എടുക്കാൻ പറ്റുന്നതല്ല, കയ്യിൽ തരികയില്ല എന്നർത്ഥം. സംഗതി എന്താണ്? ഒരു ഭൗതിക രൂപം ഉണ്ട് എന്നാണ്. അതിന്റെ ഭൗതിക രൂപം എങ്ങനെയെന്ന് ചോദിച്ചാല്, മൊത്തത്തിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞത് അറബിയിൽ റഖ്മി എന്ന് പറയും, അക്ഷരം എന്നാണല്ലോ, അക്ഷര രൂപത്തിലുള്ളത്. അപ്പൊ ഈ മെമ്മറി കാർഡുകളിലെയും എന്ന പോലെ ഈ സ്റ്റോറേജുകളിലൊക്കെ, ഡിജിറ്റൽ സ്റ്റോറേജുകളിലൊക്കെ ഉള്ള സ്റ്റോറേജിന്റെ രൂപം അല്ലെങ്കിൽ അതിലെ ഉള്ള വസ്തുക്കളുടെ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ, അതിലുള്ള മൗജൂദായ സാധനങ്ങളുടെ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുന്നും തടവുമാണ് എന്നാ. ഒരു കുന്നും തടവുമാണ് അത്ര. അതിനെ പിന്നെ ഏത് രീതിയിൽ ആസൂത്രണം ചെയ്ത് ക്രമീകരിക്കുന്നോ അതിലൂടെയാണ് അതിന്റെ രൂപമാറ്റവും ഭാവമാറ്റവും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മുസാഫ് തുറന്നാൽ മുസാഫ് കിട്ടും, വേറെ ഏതെങ്കിലും കിതാബ് തുറന്നാൽ അത് കിട്ടും, അല്ല വേറെ ഏതെങ്കിലും പുസ്തകം തുറന്നാൽ അത് കിട്ടും. അപ്പൊ അങ്ങനെ അത് ആ കുന്നും തടത്തിന്റെയും രൂപവും എന്ന പോലെ സ്വഭാവവും മാറുന്നതിനനുസരിച്ചാണ്. ഏതായാലും അവിടെ രൂപമുണ്ട്, അത് സൂക്ഷിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിൽ ഇത് ആദ്യകാലത്ത് ഈ ഡിജിറ്റൽ മണിയെ കുറിച്ച് നമ്മളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെൻട്രൽ ഫിഖ് കൗൺസിൽ ചർച്ച വന്നപ്പോ അതിപ്പോ സർവ്വസാധാരണമായിട്ട് നമ്മളെ നോട്ട് പേപ്പർ കറൻസിയെ പോലെ, അതായത് പഴയ കാലത്ത് സ്വർണം വെള്ളി നാണയങ്ങളായിരുന്നല്ലോ, അതിന് പകരമായി പേപ്പർ കറൻസി നിർബന്ധിത സാഹചര്യത്തിൽ എല്ലാവരും പെരുമാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോ ഉലമാ അതിന് അംഗീകാരം നൽകുകയും എന്ന പോലെ അത് ഈ സ്വർണം വെള്ളി നാണയങ്ങളുടെ സ്ഥാനത്ത് തന്നെയാണ് എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി, മറ്റ് കറൻസികൾ വരാത്തത് കൊണ്ട് ഇപ്പോ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഇപ്പോ മണി കറൻസി ഉണ്ടല്ലോ, പേപ്പർ കറൻസി ഉണ്ടല്ലോ, അതിനെ ഏത് രീതിയിൽ ഡിജിറ്റലായി ഇപ്പൊ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്.
അല്ലെ? ഇപ്പൊ ഗൂഗിൾ പേയും മറ്റും ആയിട്ട് എന്താണ് UPI കൈമാറ്റം ചെയ്യുന്നത് ഈ ഡിജിറ്റൽ കറൻസിയുടെ ഒരു രൂപമാണ്. ആ രീതിയിൽ കൈമാറ്റം ചെയ്യാം. അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ അവിടെ നമ്മൾ UPI കൈമാറ്റം ചെയ്യുന്നതിന്റെ പിന്നിൽ നമ്മുടെ ഒരു പേപ്പർ കറൻസി ഉണ്ട്. അതെന്താ? ബാങ്കിൽ പേപ്പർ കറൻസി അല്ലേ കൊടുക്കേണ്ടത്. നമ്മളവിടെ ക്യാഷ് ഇട്ടെങ്കിലല്ലേ ഇവിടെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നീ നമ്മൾ തന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലോകത്തെ എവിടെയെങ്കിലും ഒരു എന്താണ് പേപ്പർ കറൻസി ഇടേണ്ടി വരും. അപ്പോ സർവ്വസാധാരണ ആകത്തോണ്ട് അതിനെ എന്ത് ചെയ്യണ്ട, ഇപ്പൊ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ഞാനിപ്പോ പറയുന്നത് അതിന്റെ നിയമവശമാണ്. അപ്പൊ ഏതായാലും ആദ്യകാലത്ത് സ്വർണം വെള്ളി നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. അത് പേപ്പർ കറൻസി സർവ്വസാധാരണ ആയപ്പോ അതിന് ഉലമാവ് എന്താണ് സമാനമായ സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്ന നിലയ്ക്ക് അതിനാ നിയമങ്ങൾ കൊടുത്തു. എന്ന പോലെ തന്നെ ഈ ഡിജിറ്റൽ കറൻസി അല്ലെ ക്രിപ്റ്റോ കറൻസി ഇതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് അതേ ഉള്ളൂ, പേപ്പർ കറൻസി ഇല്ല. അങ്ങനെയായി. അപ്പോ സെൻട്രൽ ബാങ്കിന് ഇപ്പൊ അങ്ങനെ തീരുമാനിക്കാമല്ലോ. അങ്ങനെ തീരുമാനിച്ചു. ഇവിടെ എന്താണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് അങ്ങനെ തീരുമാനിച്ചു. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി വന്നു. അല്ലെ ക്രിപ്റ്റോ കറൻസി ആകുമ്പോൾ അതൊരു പ്രൈവറ്റ് ആണ്. ആ പ്രൈവറ്റിന്റെയും സർക്കാരിന്റെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോ അതങ്ങനെ സർവ്വസാധാരണ ആയിക്കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ കറൻസികൾക്ക് ഇപ്പോ ഉള്ള പേപ്പർ കറൻസിയുടെയും അതിനു മുമ്പുണ്ടായിരുന്ന നാണയ കറൻസികൾ, അതായത് സ്വർണം വെള്ളി നാണയ കറൻസികളുടെയും സമാനമായ സ്വഭാവ സവിശേഷതകൾ വന്നു കഴിഞ്ഞാൽ ആ ക്രിപ്റ്റോ കറൻസിയും വെർച്വൽ കറൻസിയും സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി തുടങ്ങിയ ഏത് ഡിജിറ്റൽ കറൻസികളാണെങ്കിലും അതിന് സക്കാത്ത് നിർബന്ധം ഉണ്ടാവും. അതാണല്ലോ നമുക്കറിയേണ്ടത്. അതിന്റെ ഇടപാടുകളിൽ പലിശ വരും. അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പോ സമാനമായ കറൻസിയായി അത് അംഗീകരിക്കപ്പെടുന്നതിന് ശറഇൽ അതിന് തടസ്സമില്ല. ശറഅ് അത് അംഗീകരിക്കുന്നു, ശറഅ് അത് സമ്മതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോ മനസ്സിലാകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു വിഷയം എന്താണ്, ഒരു കാര്യം കൂടി പറയാം. ഗുഡ്വിൽ അല്ലെങ്കിൽ ജനപ്രീതി നിയമം ജനപ്രീതി നിമിത്തം വിലയിൽ വരുന്ന വർധനവ്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സമയം 5 മിനിറ്റേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ടൈറ്റ് ഷെഡ്യൂൾ ആണ് അതിന്. നോക്കാൻ സാർ, അല്ലെങ്കിൽ നമ്മളെ വിഷയം തീരൂല. അപ്പോ ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നല്ല ഫേമസ് ആയ പേരുള്ള ഒരു ഹോട്ടൽ വിൽക്കുകയാണ്. അതിന്റെ സ്വത്തുവകകളെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 2 കോടി രൂപയാണ് വിൽക്കുക. പക്ഷെ ഇതിന് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, നല്ല പേരുള്ള നല്ല കച്ചവടം നടക്കുന്ന സൂപ്പർ മാർക്കറ്റാ. അപ്പൊ അതിനൊരു 10 കോടി രൂപയാണ് അതിന്റെ സ്വത്തും സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം കൂടി അതിന്റെ സ്റ്റോക്ക് എല്ലാം കൂടിയിട്ട് വില നിൽക്കുക. എന്നാൽ ഇതിന് ഈ പേരുള്ളതിന്റെ പേരിൽ, അതായത് ദിവസം ഇത്ര വിറ്റുവരവ് ഉണ്ട് എന്നതിന്റെ പേരിൽ, ഇത്ര കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നു എന്നതിന്റെ പേരിൽ ഒരു 13 കോടി കൊടുക്കണം. 10 കോടി ഉള്ളതിന് ഒരു 3 കോടി, അതായത് ഗുഡ്വില്ല് എന്ന നിലക്ക് തന്നെയാണ് ഇപ്പൊ മാർക്കറ്റിൽ പറയപ്പെടുന്നത്. അതിനൊരു 3 കോടി കൂടി അവർ അധികം ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ 3 കോടി. എന്നാൽ ഈ 3 കോടി എന്ന് പറഞ്ഞത് പലിശയാവുമല്ലേ? അത് ഒരു വിലയിലെ വർധനവ് അല്ലെങ്കിൽ അതൊരു കൊള്ളലാഭാവുമല്ലേ? ഈ ഗുഡ്വില്ലിന്റെ പേരിൽ അല്ലെങ്കിൽ ജനപ്രീതിയുടെ പേരിൽ വരുന്ന വില വർധനവ് അത് അങ്ങനെ ഇല്ല, അത് അനുവദനീയാണ് എന്നാ മനസ്സിലാകുന്നത്. അതിന് ഫത്ഹുൽ മുഈനിൽ ഒരു മസല പറയുന്നുണ്ട്. അതായത് യസ്ബുത്തുലി മുഷ്തരിൻ ജാഹിലിൻ ഖിയാറുൻ ബിഐബിൻ ഖദീമിൻ മുൻഖിസിൻ ഖീമത്തൻ ഫിൽ മബീഇ വയസ്ബുത്തു ബിതഗ്രീരിൻ ഫിഅലിൻ കതസ്രിയത്തിൻ ലഹു വഹിയ അൻ യത്റുക ഹലബഹു മുദ്ദതൻ ഖബലൽ ബൈഇ ലിയൂഹിമൽ മുഷ്തരിയ കസറത്തൽ ലബനി. അതായത് ഒരു സാധനം കച്ചവടം നടന്നു, വാങ്ങി കഴിഞ്ഞപ്പോ ഈ വാങ്ങിയ സാധനത്തിൽ എന്തോ ഒരു അയ്ബുണ്ട്. ഈ വിറ്റ വസ്തു ഉണ്ടല്ലോ, അതിലൊരു ന്യൂനത ഉണ്ട്. ആ ന്യൂനത ഈ കച്ചവടത്തിന് മുമ്പേ ഉള്ളതാണ്. ആ മുമ്പേ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ ഫസ്ഖ് ചെയ്യാം, അസാധുവാക്കിയിട്ട് ഈ സാധനം തിരിച്ചു കൊടുക്കാം, ആ വില തിരിച്ചു വാങ്ങാം എന്നുള്ളതാണ് ഫസ്ഖിന്റെ രൂപം. അപ്പൊ ഇത് വിലയിൽ കുറവ് വരുത്തുന്ന പഴയ, അതായത് കച്ചവടം നടക്കുന്നതിന് മുമ്പുള്ള ഐബായിരിക്കണം, ന്യൂനതയായിരിക്കണം. വിലയിൽ കുറവ് വരുത്തുന്നതായിരിക്കണം. ഈ ഐബുണ്ടെങ്കിൽ ഇപ്പൊ 100 രൂപയ്ക്ക് വിറ്റ സാധനത്തിന് ഐബുള്ളത് കൊണ്ട് എന്താവൂല, 100 രൂപ കിട്ടൂല, 80 രൂപയെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ വിലയിൽ കുറവ് വരുന്നതാണോ? അപ്പൊ അതിന് ആ ന്യൂനതയെ കുറിച്ച് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ശേഷം പറഞ്ഞു, ഇത് തസ്രിയത്ത് പോലെ ഫിഅലിയായ ഒരാൾ ചെയ്യുന്ന, അതായത് ഈ വിൽക്കുന്ന ആള് ചെയ്യുന്ന വഞ്ചനാപരമായ പ്രവർത്തനം കൊണ്ടും ഇത് സ്ഥിരപ്പെടും എന്ന് പറഞ്ഞു. ആ വഞ്ചനാപരമായ പ്രവർത്തനത്തിന് പറഞ്ഞത്
എന്താണ് തസ്രിയത്ത് എന്നാ പറഞ്ഞത്. വിൽക്കുന്ന മാട്, പശു, ആട്, ഇങ്ങനത്തെ ഒട്ടകമൊക്കെ, മാടുകളെ, എരുമയൊക്കെ കറക്കാതിരിക്കുക. ഈ കച്ചവടം എന്താണ് വിൽക്കുന്നതിന്റെ കുറച്ച് ദിവസത്തേക്ക് മുമ്പ് എന്ത് ചെയ്യാതിരിക്കുക, ഇത് കറക്കാതിരിക്കുക, പാല് കറന്നെടുക്കാതിരിക്കുക. അങ്ങനെ എന്താണ് ചിലരൊക്കെ ചെയ്യും, ചന്തയിൽ കൊണ്ടുപോകുന്നതിന്റെ തലേ ദിവസം കറക്കൂല. ഈ കാലിച്ചന്ത ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ദിവസത്തിന്റെ തലേ ദിവസം അതിന്റെ മുന്നത്തെ ദിവസം കറക്കാതിരിക്കുക. എന്തിനാ? ചന്തയിൽ കൊണ്ടുവന്നിട്ട് കറന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ 5 ലിറ്റർ പാലുണ്ടാവും. അപ്പൊ 5 ലിറ്റർ പാലുള്ള പശു എന്ന നിലയ്ക്ക് ഇതിനൊരു വില കൂടുതൽ കിട്ടും. ശരിക്കും വീട്ടിൽ കൊണ്ടുവന്ന് കറന്നു പോകുമ്പോ പിന്നെ 3 ലിറ്റർ പാലേ ദിവസം കിട്ടുള്ളൂ. അപ്പൊ ഇത് കാരണത്താൽ എന്താണ്, ഇത് വില കുറക്കുന്നതാണ്. ഇത് കാരണത്താൽ എന്ത് വരും, ഫസ്ഖിന് ഖിയാർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് നമുക്കൊന്ന് മനസ്സിലാകാം. ഇവിടെ ഈ പശുവിന് എന്താണ്, ഇപ്പൊ കറക്കാതിരിക്കുമ്പോ 5 ലിറ്റർ പാല് കിട്ടും എന്നതിന്റെ പേരിൽ വരുന്ന വില വർധനവ്. 5 ലിറ്റർ പാല് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗുഡ് വില്ലാണ് അല്ലെ. ഷോപ്പിൽ കൂടുതൽ എന്താണ് കസ്റ്റമർ വരിക, സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലിലും ഒക്കെ കൂടുതൽ കസ്റ്റമർ വരിക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് 5 ലിറ്റർ പാല് കിട്ടുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താണ്, തോട്ടം ഒക്കെ വിൽക്കുമ്പോ ഇപ്പൊ കുരുമുളക്, കൊല്ലം ഇത്ര കുരുമുളക് കിട്ടും എന്നിങ്ങനെ പറയാ. ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ പറയാലോ. അപ്പൊ അതിന്റെ പേരില് എന്താണ്, അതിന്റെ ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച് വില കുറയ്ക്കുകയും വില കൂടുകയും ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണെന്ന് അതിന് മനസ്സിലാകുന്നു. ഇത് എന്താണ്, വില കുറയ്ക്കുന്ന ഐബാണ്, ന്യൂനതയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഫസ്ഖ് സ്ഥിരപ്പെടും എന്ന് പറയുമ്പോ ഈ രീതിയിൽ ഗുഡ് വില്ല് ഉണ്ട് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് വിറ്റെന്ന് വെക്കുക. നോക്കുമ്പോ ഇയാള് പറഞ്ഞ രീതിയിൽ ആ കച്ചവടം അവിടെ 10 ലക്ഷത്തിന്റെ കച്ചവടം ദിവസം നടക്കും എന്ന് പറഞ്ഞാൽ അത്രയും കച്ചവടം നടക്കുന്നില്ല. കസ്റ്റമേഴ്സ് എന്താണ്, ഇപ്പൊ 10,000 വരും എന്ന് പറഞ്ഞ് 10,000 വരുന്നില്ല. എന്നാൽ എന്തായി, ഈ വരും എന്ന് പറഞ്ഞിട്ടാണ് വില കൂടുതൽ കൊടുത്തത്. അപ്പൊ ഇത് വില കുറയ്ക്കുന്നതായതുകൊണ്ട് എന്ത് ചെയ്യാ, അവിടെ ഫസ്റ്റിന് ആ ഇടപാട് അസാധുവാക്കിയിട്ട് ഇത് തിരിച്ചു കൊടുക്കാന് വകുപ്പുണ്ട് എന്ന് അയിമത്ത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പൊ ഗുഡ് വില്ല് എന്നതിന്റെ പേരിൽ അധികം വില വാങ്ങുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് അയിമത്തിന്റെ പരാമർശങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നു. അപ്പൊ ഇന്ന് അതോടുകൂടി നിർത്താം. ഇനി അടുത്തത് തിങ്കളാഴ്ച ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. ഞാൻ എന്റെ മൈക്രോഫോൺ ഓണാക്കാം. എന്തെങ്കിലും സംശയമുള്ളവര് പെട്ടെന്നൊന്ന് ചോദിച്ചാലേ. അവര് എന്തോ മെസ്സേജ് ഇതിൽ വന്നു, ഞാനത് നോക്കിക്കോട്ടെ. അക്കൗണ്ടിൽ ഉള്ള ക്യാഷ് ഡിജിറ്റൽ കറൻസി ആണോ? അതിന്റെ പരാമർശത്തിൽ മനസ്സിലായല്ലോ അല്ലെ. അക്കൗണ്ടിൽ ഉള്ളത് നേർക്ക് നേരെ ഡിജിറ്റൽ കറൻസി എന്ന് പറയാൻ കഴിയില്ല. അക്കൗണ്ടിൽ ഉള്ളതിന് അതിന്റെ പിന്നിൽ എന്താണ്, പേപ്പർ കറൻസി ഉണ്ട് എന്ന് ഞാൻ വിശദീകരിച്ചല്ലോ. ഇനി എന്തോ ചോദിക്കാണ്ടോ? ചോദിച്ചോളി. ഈ കച്ചവടം ചെയ്യുമ്പോഴേ സാധനം വാങ്ങുന്ന ആള് ഇതെനിക്ക് ഡെലിവറി ചെയ്തു തരണം എന്ന് നിബന്ധന വെക്കാൻ പറ്റൂല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതെ, നിബന്ധനയായി പറയാൻ പാടില്ല. നിബന്ധനയായി പറയാൻ പാടില്ല. വാങ്ങാൻ ചെന്നപ്പോ സാധനം ഇതിനെത്ര വില, അതിനെത്ര വില എന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പൊ കൂട്ടത്തിൽ എന്താക്കി, അത് വീട്ടിലേക്ക് എത്തിച്ചേരുട്ടോ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഉണ്ടാകുന്ന ഒരു ധാരണയാണ്. അല്ലെങ്കിൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്ത്, ഇത് എന്താണ്, ഹോം ഡെലിവറി ഉള്ളതാണ്. അപ്പൊ ഇടപാടിൽ നമ്മൾ പറയുന്നില്ല. അതായത് അതൊരു വ്യത്യാസം പറയാൻ വേണ്ടിയാണ് അത് ഞാൻ പറഞ്ഞത്. അതായത് നിബന്ധന വെക്കുക എന്ന് പറഞ്ഞാൽ അറബിയില് എന്താണ്, അല അൻ എന്നിങ്ങനെ പറയണം, അല്ലെ ബി ഷർത്തി എന്നിങ്ങനെ പറയാം. അതായത് നിബന്ധനയായും കൊണ്ട് ഈ സാധനം ഇതെനിക്ക് ഇപ്പൊ ഉദാഹരണത്തിന് മാർബിൾ, ഒരു ലോഡ് മാർബിൾ എടുത്ത് നിൽക്കുക, ഇതെനിക്ക് വീട്ടിലേക്ക് എത്തിച്ചേരണം എന്ന നിബന്ധനയോടുകൂടെ ഞാനിത് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല, ആ കച്ചവടം ശരിയല്ല, അത് പാടില്ല, ഹറാമാണ്. എന്നാലോ ഒരു ഉപഭോക്താവ് അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചാല് വിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം? അപ്പൊ അത് പറ്റൂലെന്നറിയാം. ആ കച്ചവടം അതെ, അയാളെ ഏൽക്കാനും പാടില്ല, ആ കച്ചവടം ശരിയാവൂല. ആ അപ്പൊ അയാൾക്ക് ഇങ്ങനെ പറയാം, വീട്ടിലേക്ക് എത്തിച്ചേരുന്ന കാര്യം വേറെ, അത് നമുക്ക് വേണേൽ ചെയ്യാലോ, അതായിക്കോട്ടെ. ഈ സാധനം ഇത്രക്ക് വാങ്ങുക വിൽക്കുക എന്ന നിലക്ക് ഇടപാടൊന്ന് രണ്ടാക്കി ഭാഗിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. മനസ്സിലായില്ലേ? സാധനത്തിന് ഇത്ര പൈസ, വീട്ടിലെത്തിച്ചേരുന്നതിന് ഇത്ര പൈസ, അങ്ങനെ പറഞ്ഞു ചെയ്യണം അല്ലേ? അല്ല, അത് സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കാം, അത് കുഴപ്പമില്ല. പൈസ വേണമെന്നില്ല. പൈസ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അല്ല, പൈസ എല്ലാം സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കാം. നിബന്ധനയിൽ പറയരുത്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ ഫുഖഹാവ് മുസ്തഖ്ബിലായ ഫീല് എന്ന് പറയുന്ന ഫ്യൂച്ചർ ടെൻസ് പറഞ്ഞാല് അത് നിബന്ധനയാണ് എന്നും, അല്ലെങ്കിൽ നിബന്ധന അനുസരിച്ച് എന്ന് ഈ നിബന്ധന ആക്കിക്കൊണ്ട് എന്ന് മലയാളം പറയുന്ന അറബി പദങ്ങളും
എന്താണ് നിബന്ധനയായി എന്നാൽ ഇത് ഞാൻ വാങ്ങി ഇപ്പോ 1,00,000 ഞാൻ ഈ മാർബിൾ വാങ്ങി, അല്ല കഴിഞ്ഞാൽ ടൈല് വാങ്ങി. ആ വാങ്ങി എന്ന് പറയുന്നതോടുകൂടെ ഇത് വീട്ടിലേക്ക് തരണട്ടോ എന്ന് ഒരു അമൃസീകയായി പറഞ്ഞാൽ, ഒരു കൽപ്പനാ രൂപത്തിന്റെ പദം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിബന്ധന അല്ല എന്ന്. അത് ഒപ്പം പറഞ്ഞു തന്നെ, പറഞ്ഞത് ഒപ്പാണ്, പക്ഷെ നിബന്ധനയായി പരിഗണിക്കൂല. അതൊരു പുതിയ വാചകമാണ് എന്നാണ്. അപ്പൊ അത്രയൊരു രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് നിബന്ധന ആവൂല എന്നാ. അപ്പൊ അത് സാധാരണ നടക്കുന്നതാണ്. ഇപ്പൊ ഹോം ഡെലിവറി ഉള്ളതാണല്ലോ എല്ലാത്തിനും. അപ്പൊ അത് നിബന്ധന ആയിട്ട് പറയാറില്ല, അതൊരു ധാരണയായിട്ടേ ഉള്ളത്. നമ്മൾ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ വേറെന്താ, ഇനി എന്താ ചോദിക്കാണ്ടോ? അതിന്റെ ഇടയ്ക്ക് ഷെയർ മാർക്കറ്റ് ചോദിച്ചാൽ നമ്മുടെ വിഷയം വന്നിട്ടില്ല. ഒരാൾ എഴുതി ചോദിച്ചു ഷെയർ മാർക്കറ്റ്. നമ്മുടെ വിഷയം അടുത്ത വിഷയത്തിൽ വരാനുണ്ടല്ലോ. പിന്നെ വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പെട്ടെന്ന് ചോദിക്കാൻ സമയം ആയി. കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു, പക്ഷെ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. സാധാരണ നമ്മള് മുമ്പൊക്കെ പറയും ഈജാറും കബൂലും ഉണ്ടാവണം, പിന്നെ ഈജാബും കബൂൽ ഉണ്ടാവണം എന്ന് പറയല്ലോ, തന്നു വാങ്ങിച്ചുള്ളൂ. അത് പിന്നെ ഇപ്പൊ അങ്ങനെ സംഭവം നടക്കാറുള്ളത് ഉണ്ടാവും. എങ്ങനെയാണ് അതിന്റെ ഒരു ഇത്? വലിയ വലിയ വസ്തുക്കൾക്കൊക്കെ നടക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു കാർ വാങ്ങിച്ചാൽ നമ്മൾ പറയുമല്ലോ, വിറ്റ് വാങ്ങി എന്നൊക്കെ പറയുമല്ലോ. അതാണ് ഈജാബും കബൂലും എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് വലിയ റിയൽ വസ്തുക്കളൊക്കെ ആണെങ്കിലേ, വീടും പറമ്പും ഒക്കെ ആവുമ്പോ സാധനങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ നിർബന്ധമുണ്ടോ? അതില് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. അതായത് മുആത്താത്ത് വെറും കൈമാറ്റം മതിയോ, പദം പറയണോ വേണ്ടേ? വെറും കൈമാറ്റം മതി എന്ന് നമ്മളെ മതബിലെ അഭിപ്രായം, ഹനഫി മതബിൽ പ്രബല അഭിപ്രായം തന്നെയാണ്. വെറും കൈമാറ്റം മതി. അങ്ങനെ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതായത് പരസ്പര പൊരുത്തം, തൃപ്തി എന്നതിന്റെ ഒരു അടയാളമായിട്ട് അത് പരിഗണിച്ചിട്ടുണ്ട്. നമ്മൾ ശാഫി മതബിൽ പ്രബല അഭിപ്രായം അനുസരിച്ച് അത് പോരാ, പദം തന്നെ പറയണം, ഞാൻ വിറ്റു വാങ്ങിയെന്ന്. അത് എത്ര ചെറിയ വസ്തു ആണെങ്കിലും പറയണം എന്നാണ്. പക്ഷേ ചെറിയ ചെറിയ വസ്തുക്കൾക്ക് പറയേണ്ടതില്ല. വലിയ വലിയ വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ പറഞ്ഞാൽ മതി എന്ന അത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു മിതമായ അഭിപ്രായമുണ്ട്. ആ മിതമായ അഭിപ്രായത്തിലാണ് അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒക്കെ സ്വന്തം അഭിപ്രായമായിട്ട് പ്രബലപ്പെടുത്തിയതാണ്. അപ്പോ ആ അഭിപ്രായത്തിന്റെ മേലാണ് ഇപ്പൊ പൊതുവെ ഇടപാടുകളൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകളിലൊക്കെ വാങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊന്നും, അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങുന്നതിനൊന്നും അങ്ങനെ പറയാറില്ല. എന്നാൽ വലിയ വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? അത് വിറ്റ് വാങ്ങി എന്നൊക്കെ ഉള്ളത് ഒന്നിലെന്ത് ചെയ്യും? ഒന്നിൽ എഴുതും, അല്ല എഴുതി ഒപ്പിടും. അപ്പൊ അത് മതി, അല്ലെങ്കിൽ പറയും എങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ വിറ്റ് ഞാൻ വാങ്ങി എന്നൊക്കെ ഇപ്പൊ ഈ വസ്തുവകളൊക്കെ വിൽക്കുമ്പോ അങ്ങനെ പറയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് ക്ലെയിമായി കൈപ്പറ്റാൻ പറ്റുമോ എന്നിപ്പോ ഒരാൾ എഴുതി ചോദിച്ചു. അത് നമ്മളെ ഇൻഷുറൻസ് ഇടപാടില് ഇടപാടിൽ ബന്ധപ്പെടൽ തന്നെ പാടില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ സാഹചര്യങ്ങൾ നിർബന്ധിതമല്ലാത്ത ആ ഇടപാടിൽ തന്നെ ബന്ധപ്പെടാൻ പാടില്ല. ഇനി അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏതേ പറ്റൂ, ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ശറയിൽ അനുവദിക്കാൻ അയിമത്ത് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ അതിന് ക്ലെയിം വരൂലല്ലോ, അതുപോലത്തെ ആവുമ്പോ. അപ്പൊ അതല്ലാത്തതിൽ നിർബന്ധം ഇല്ല. ഇപ്പൊ ആരോഗ്യ ഇൻഷുറൻസ് പോലത്തതാണ് എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമില്ലല്ലോ. ഫാമിലി ഇൻഷുറൻസ് അങ്ങനത്തെ വകകൾക്കൊന്നും നിർബന്ധ സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങാൻ പറ്റൂല എന്ന് തന്നെയാണ്. ഗവൺമെന്റിന്റെ സർക്കാർ ജോലിക്കാർക്ക് അവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, ഗവൺമെന്റ് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. അത് ലൈഫ് ഇൻഷുർ ചെയ്യാന്നാണ് അവർ പറയുക. അതിന് പ്രീമിയം അടക്കണം. അത് അടച്ചില്ലാന്ന് തയ്യാറായില്ലെങ്കിൽ ശമ്പളം കിട്ടൂല. അപ്പൊ അതിന്റെ പ്രീമിയം തുക ഒരു ശമ്പള പരിധി വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുക. ഇത്ര വരെയുള്ളവർക്ക് ഇത്ര പ്രീമിയം, ഉയർന്ന ശമ്പളമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള പ്രീമിയം. പിന്നെ വേണ്ടവർക്ക് അതിൽ കൂടുതൽ അടയ്ക്കുകയും ചെയ്യാം. SLA ഒക്കെ കൂടുതൽ തുക അടയ്ക്കുകയും അങ്ങനെ ആണെങ്കിൽ കൂടുതൽ തിരിച്ചു കിട്ടും റിട്ടയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിനൊരു വിധി എന്താന്ന് വെച്ചാൽ പറയാം. കൂടുതൽ പ്രീമിയം അടയ്ക്കാൻ പാടുണ്ടോ? കൂടുതൽ ഏതായാലും അടയ്ക്കാൻ പാടില്ല. ഞാനത് നിർബന്ധ സാഹചര്യം ഇല്ലല്ലോ. മറ്റേത് തന്നെ ഒരു ഓപ്ഷണൽ അല്ലേ? അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അല്ല, ഓപ്ഷണൽ അല്ല. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് നിർബന്ധമായിട്ടും കൂടിയിരിക്കണമെന്നുണ്ട് ഇൻഷുറൻസിന്. അതായത് ഇപ്പൊ നമ്മളിപ്പോ വാഹനം നിരത്തിൽ ഇറക്കണമെങ്കിൽ ഇൻഷുറൻസ് വേണം. അതിപ്പോ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അത് കുറ്റകരമാണ്. ആ രീതിയിൽ വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചത്.
അതെ ഞാൻ അതെ അതുകൊണ്ട് തന്നെ സർക്കാർ ജോലിയിൽ നിൽക്കണമെങ്കിൽ സർക്കാർ ജോലിയിൽ പിന്നെ വേണമെങ്കിൽ പിന്നെ സാധനം നിർബന്ധമാണ് അതേപോലെ നിർബന്ധമാണ്. അപ്പൊ ആ നിർബന്ധം എന്നതിൽ പല ലെവലും ഉണ്ടാവില്ല. അതിൽ മിനിമം അനുവദിക്കാം. അപ്പൊ ഈ ഒരു കുറ്റമാണ് എന്ന കുറ്റബോധത്തോടു കൂടെ തന്നെ നമ്മളെ ജോലിക്ക് അതൊരു അനിവാര്യമായ അതായതുകൊണ്ട് അത് അങ്ങനെ അടക്കാം എന്ന് ഇപ്പോ പിന്നെ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞ പോലെ ആ രീതിയിലേ അവിടെ പറയാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ കൂടുതൽ അടയ്ക്കാന്നൊക്കെ പറഞ്ഞല്ലോ, അതേതായാലും ആവശ്യമില്ലല്ലോ, അത് നിർബന്ധമല്ല. അത് ഈ മെഡിസപ്പ് ഉണ്ട്, ജീവനക്കാർക്കുള്ള മെഡിസപ്പ് മാസത്തില് ഇപ്പോ ഒരു 678 രൂപയാണ് പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് അത് നമുക്ക് തിരികെ നൽകുന്നത്. അപ്പൊ അത് നിർബന്ധപൂർവ്വം പിടിക്കുന്നതാണ്, നമുക്കതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ യാതൊരു വകുപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ അടച്ച തുക മാത്രം നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മുഴുവൻ വാങ്ങിക്കാൻ പറ്റുമോ? എന്താണ് ഇതിന്റെ മസല? അത് അടച്ചത് വേണമെങ്കിൽ വാങ്ങിക്കാം എന്ന് പറയാം. എന്നാൽ നിർബന്ധ സാഹചര്യമാണ് തിരിച്ച് അടച്ചത് വാങ്ങിക്കുക. അല്ലാതെ അതിലധികം വാങ്ങിക്കുമ്പോൾ അത് മറ്റുള്ളവരെ അടച്ച പൈസ അല്ലേ വരിക, അത് നമുക്ക് അനുവദനീയമല്ലല്ലോ. ഈ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് എന്ന നിലക്ക് സർക്കാർ പൊതുജനങ്ങളുടെ കാര്യത്തില്, സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എടുക്കുന്ന ഒരു പ്രതിബദ്ധത എന്ന നിലക്ക് നമുക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ആയിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റുമോ? അല്ല, അതും പറ്റൂടെ. വിദേശ രാജ്യങ്ങളിൽ ഉള്ള ഇൻഷുറൻസും പാടില്ല എന്ന് തന്നെയാണ്. സൗദി അറേബ്യന്റെ ഞാൻ കുറെ മുമ്പ് അവരുടെ ഉലമാന്റെ തീരുമാനം വായിച്ചിട്ടുണ്ടായിരുന്നു. അവര് രാജ്യങ്ങളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉലമാ സമ്മതിച്ചിട്ടില്ല. ഉലമാ നമ്മളെ ഇവിടുത്തെ ഉലമാന്റെ അതേ നിലപാടിൽ തന്നെയാണുള്ളത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഈ രീതിയിൽ വരുന്നത് ഖിമാർ തന്നെയാണ് എന്ന അഭിപ്രായത്തിൽ തന്നെയാണ്. അത് പിന്നെ പൊതുവെ ലോകത്തൊന്നായിട്ട് അങ്ങനെ നിയമം വന്നപ്പോ അവിടെ എല്ലാം നിയമം വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ അധികം എന്നുള്ളത്, അതായത് ഇപ്പോ പറഞ്ഞല്ലോ, നമ്മളെ ഒരു അനിവാര്യമായ ഒരു അളവുണ്ടാവും ഏത് ഇടപാടിലാണെങ്കിലും. അത് നമുക്ക് ചെയ്യാം നമ്മുടെ സാഹചര്യം എന്ന നിലയ്ക്ക്. അത് ചെയ്യാന്ന് പറഞ്ഞത് ഹലാലാണ് എന്ന നിലക്കല്ല, നമ്മുടെ സാഹചര്യം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യാം. നമുക്ക് ഒരു കുറ്റബോധത്തോടു കൂടെ ആയിരിക്കും അള്ളാഹിനോട് ഇസ്തിഗ്ഫാറും ചെയ്യുക എന്നതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ അതില് പിന്നെ ഞാനിപ്പോ ലീസിങ്ങിന്റെ അവിടെ പറഞ്ഞതുപോലെ ഉലമാവ് പഴുതുകൾ പറയുന്നില്ല. അതാണ് ഞാൻ ലീസിങ്ങിന്റെ അവിടെ വിശദീകരിച്ചപ്പോ ആ ഇടപാടിൽ പറയരുത് എന്ന് ഉലമാ കൃത്യമായി പറഞ്ഞു. ആ ഇടപാട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നിർവഹിച്ചു. എന്നിട്ട് ഈ പിന്നെ കടം നൽകുന്ന ആളിൽ നിന്ന് കടം വാങ്ങുന്ന ആളിൽ നിന്ന് കടം നൽകുന്ന ആളിലേക്ക് കിട്ടുന്ന അധികം അത് അനുവദനീയാണ് എന്നത് കറാഹത്തില്ല എന്നത് കൊടുക്കൽ സുന്നത്താണ് എന്നൊക്കെ ഉലമാ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലൊരു വിശദീകരണം ഇവിടെ കാണാനില്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കാൻ കഴിയുള്ളൂ. പിന്നെന്താ, സക്കാത്തുമായി ബന്ധപ്പെട്ടൊരു സംശയം ചോദിച്ചു സാറേ. അത് നമ്മളെ വിഷയമല്ല. എന്നാലും ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു, 10 വർഷം ജോലി ചെയ്ത് നിൽക്കാം. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടൊരു സർവീസ് പൈസ ഉണ്ടാവുമല്ലോ. അപ്പം ആദ്യം ജോലി ചെയ്ത സ്ഥാപനം, ഒരു സ്ഥാപനം തന്നെ ഫസ്റ്റ് നടത്തിയ മാനേജ്മെന്റ് അവരുടെ അടുത്ത് നിന്ന് അവർക്ക് അങ്ങനെ ഒരു പതിവില്ലായിരുന്നു സർവീസ് പൈസ കൊടുക്കുന്നത്. പിന്നെ അത് വേറൊരു കമ്പനി ഏറ്റെടുത്തു. അപ്പൊ അവര് ഈ സ്റ്റാഫിന് ഒരു ഏകദേശം 10 വർഷമാണെങ്കിൽ ആ 10 വർഷത്തെ സർവീസ് പൈസ കൊടുക്കാൻ തീരുമാനമായി. അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? സക്കാത്ത് കൊടുക്കണം. കാരണം അത് നിങ്ങളുടെ പേരിൽ ആദ്യം മുതൽ തന്നെ ലിസ്റ്റ് ചെയ്ത് വന്ന ഫണ്ടല്ലേ. പഴയ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു നടപ്പില്ലായിരുന്നു. പഴയ മാനേജ്മെന്റിന് അങ്ങനെ സർവീസ് പൈസ കൊടുക്കുന്ന ഒരു പതിവില്ലായിരുന്നു. അപ്പൊ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഇങ്ങനെ പൈസ കിട്ടിയതെങ്കിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴാണോ അത് അനുവദിച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉടമസ്ഥതയിൽ ആ കമ്പനിയിൽ തന്നെ ചിലപ്പോൾ ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ടാവും, നിങ്ങളെ കൈപ്പറ്റുന്നതിന് മുമ്പായിട്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ആദ്യം അങ്ങനെ നടപ്പില്ല, പിന്നെ തീരുമാനിച്ച് പാസ്സാക്കിയെന്നാണല്ലോ. പിന്നെ 10 വർഷത്തെ നമ്മള് പൂർവ്വ പ്രാബല്യത്തോടുകൂടി ആ പൈസ കൊടുക്കുകയാണെങ്കിൽ, ആ 10 വർഷത്തെ പൈസ അവർ കൊടുക്കുകയാണെങ്കിൽ, പുതിയ മാനേജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? അത് എന്നാണോ നിങ്ങളുടെ പേരിലേക്ക് അവർ മാറ്റുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ഇത്ര ക്യാഷ് എന്ന് കണക്ക് കൂട്ടിയിട്ട് മിക്കവാറും അത് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്, അല്ലെങ്കിൽ അവർ എഴുതി വെക്കുകയാണ് ചെയ്യാം, അല്ലെ? ആ എഴുതി വെച്ച ശരിക്കും നിങ്ങൾക്ക് കിട്ടും. അന്ന് മുതൽ 1 വർഷം ഇത് നിങ്ങളെ കൈവശം അവരുടെ നിങ്ങൾ കൈപ്പറ്റുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ കൈപ്പറ്റിയതിന് ശേഷമായിട്ടോ ആ ക്യാഷ് 1 കൊല്ലം നിങ്ങളെ കൈവശം ഉണ്ട് എന്നുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഈ 10 വർഷമായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൈ കിട്ടിയ അന്ന് മുതലുള്ള കൊടുത്താൽ മതി. അത് ഈ 10 വർഷം മുൻകാല കയ്യിൽ കിട്ടിയ അന്ന് മുതലല്ല. അതാ ഞാൻ പറഞ്ഞത്, കയ്യിൽ കിട്ടിയ അന്ന് മുതലല്ല, കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് വരെ അത് പാസ്സാക്കി വെച്ചിട്ടുണ്ടാവും. അതെ, നിങ്ങൾക്കാക്കി എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അന്നത്തെ ഡേറ്റാണ് പരിഗണിക്കുക.
അന്നത്തെ ഡേറ്റ്. അതിപ്പോ ഈ കച്ചവടമൊക്കെ തുടങ്ങുമ്പോ സാധാരണ ജക്കാത്ത് കൊടുക്കുന്നവര് തന്നെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം കൂട്ടുക. ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം അല്ല ജക്കാത്തിന്, കച്ചവടത്തിന് ജക്കാത്തിന് കൂട്ടുക. ആദ്യമായിട്ട് ഷോപ്പിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത അറബി ഡേറ്റ് ആണ് കൂട്ടേണ്ടത്. ചിലപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഷോപ്പ് ഉദ്ഘാടനം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അന്നത്തെ ഇതാന്ന് പറയണത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പേരിലേക്ക് അവര് എഴുതി മാറ്റിയിട്ടുണ്ടാവുമല്ലോ, അന്നത്തെ ഡേറ്റ് ആണ്. ചിലപ്പോ അത് കഴിഞ്ഞ 6 മാസമോ അല്ലെങ്കിൽ ചിലപ്പോ 1 കൊല്ലോ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കൈപ്പറ്റുക. 1 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ കൈവശം നിങ്ങളെ സ്വത്ത് നമ്മൾ കടം കൊടുത്ത പോലെ അവരുടെ കൈവശം ഉണ്ട്. അപ്പൊ അതിന് 1 കൊല്ലം പൂർത്തിയായിട്ടുണ്ട്. അന്ന് മുതലുള്ള കൊടുക്കുക. അങ്ങനെയാണല്ലോ. ഓക്കെ. നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സംശയം വയ്ക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, ഞാൻ സമയം ചില സംഭാവന നറുക്കെടുപ്പിലേക്ക് ഫണ്ട് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലുണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. ആയിക്കോട്ടെ, എന്താ നിങ്ങൾ പറഞ്ഞ? ചില സംഭാവനകളൊക്കെ സ്വീകരിക്കുന്നത് കൂപ്പൺ കൊടുത്തിട്ട് നറുക്കെടുപ്പ്, അതിലൊരു സമ്മാനം, ചിലര് ഉമ്ര കൊടുക്കുന്നു, ചിലര് വസ്തുക്കൾ കൊടുക്കുന്നു, സമ്മാന കൂപ്പൺ. അത് സംഭാവനയാണെന്ന് നിയത്താക്കാൻ പറയുന്നു. ഇത് ഹലാലാവോ? സംഭാവന സമ്മാന കൂപ്പണോ? നിങ്ങളിപ്പോ നമ്മളെ ഷോപ്പുകളിലൊക്കെ സംഭാവന പിരിക്കുന്നു. ഈ സംഭാവന പിരിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ അവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു. അപ്പൊ ആളുകൾ ഈ സമ്മാനം കിട്ടാൻ ഉദ്ദേശത്തിലാണ് ഇത് വാങ്ങുക. അല്ലെങ്കിൽ സംഭാവന പിരിക്കുന്നതിന് ഓഫർ കൊടുത്താലും പറ്റൂലല്ലോ അല്ലേ? അതിന്റെ രൂപം ഒന്ന് കൂടുതൽ മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. സംഭാവന പിരിക്കുക, എന്നിട്ട് കൂടുതൽ സംഭാവന കൊടുക്കുന്ന ആളോ, അതായത് നറുക്കിട്ട് കിട്ടുന്ന ആളോ? അതായത് ഒരു 1000 രൂപ കൊടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലേക്ക് അംഗമാക്കുന്നു. ഈ 1000 രൂപ കൊടുക്കുന്നവർക്ക് അതിപ്പോ ചില വീടുകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട്. അതാണ് നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, ഫണ്ട് കളക്ഷന്റെ ഭാഗമായിട്ട് 1000 രൂപ വീതം തരുന്നവരിന്ന് ആ തരുന്നവരിൽ നറുക്കെടുപ്പിൽ അവർക്കൊരു സമ്മാനം കൊടുക്കുന്നു. ചിലർക്ക് ഉമ്ര ട്രിപ്പ് കൊടുക്കുന്നു, ചിലർ എന്തെങ്കിലും പ്രൈസ് കൊടുക്കുന്നു, വസ്തുക്കള്. ഈ 1000 രൂപ കൊടുക്കുന്ന എന്തിനാ? 1000 രൂപ ഒരു സംഭാവന ആയിട്ടാണ് വാങ്ങുന്നത് ഈ കമ്മിറ്റി. കൊടുക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് ആദ്യം മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കൂലേ ഇപ്പൊ ഇവര് ഇത് ചെയ്യാ? അതെ. ഈ 1000 രൂപ കൊടുക്കുന്ന ഉമ്ര പ്രതീക്ഷിച്ചിട്ടാവൂലേ? അതെ. അതിപ്പോ നമ്മള് നേരത്തെ പറഞ്ഞ ആ രൂപം തന്നെയല്ലേ വരിക? ഇൻഷുറൻസിന്റെ രൂപമായിട്ട് തന്നെയല്ലേ വരിക? അതിനൊരു പ്രോത്സാഹനമായിട്ടാവുമ്പോ സമ്മാന കൂപ്പൺ എന്ന് പറഞ്ഞതില് അതിൽ വരാത്തതിന് കാരണം അത് ആ ഇടപാട് അതിന് മൂല്യമായൊരു സാധനം ഇയാൾ കൊടുക്കുന്ന പൈസക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ അത് കിട്ടുന്നില്ലല്ലോ. അതായത് ഈ തിമാറി എന്ന് പറഞ്ഞത് അക്കത് മാബൈന ഗുൻമിൻ ഗുർമിൻ എന്ന് പറയും. നഷ്ടവും ലാഭവുമാകാൻ സാധ്യതയുള്ള അവസ്ഥയിലായിരിക്കുക ഈ സാമ്പത്തിക ഇടപാട്. ഉദാഹരണത്തിന് നമ്മുടെ ലോട്ടറി 300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോ ഇത് നഷ്ടവും ലാഭമാകാനുള്ള അവസ്ഥയിലാണല്ലോ ഉള്ളത് അല്ലെ? നമ്മളൊരു സാധനം നഷ്ടത്തിന് വിറ്റാല് 50,000 രൂപയുടെ സാധനം വാങ്ങിയിട്ട് 40,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നഷ്ടമാണെന്ന് ഉറപ്പാ. അതോടുകൂടെ കഴിഞ്ഞു അല്ലെ? അല്ലെങ്കിൽ 50,000-ന്റെ 60,000-ത്തിന് വിൽക്കുമ്പോൾ ലാഭമാണെന്ന് ഉറപ്പാണ്. ഈ ഇടപാടിന്റെ ബാക്കി എന്താന്ന് വെച്ചാൽ അത് ലാഭമാണല്ലേ അത് നഷ്ടമാണ്. ഇത് രണ്ടിനും സാധ്യതയുണ്ട്. രണ്ടിന്റെയും ഇടയിലായിട്ടുണ്ടാകുക. ബെറ്റ് വെക്കുക, ലോട്ടറി എന്ന പോലെ ഈ ഇൻഷുറൻസ്, ഈ ഗണത്തിൽ വരുന്നതൊക്കെ പാടില്ലാത്തത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ ആ ബാഹ്യമായ രൂപം മനസ്സിലായപ്പോ അത് അതിൽ വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൂടുതലും മനസ്സിലാക്കിയാല് ചിലപ്പോ എങ്ങനെയാന്ന് അറിയില്ല. പറഞ്ഞതെന്ന് മനസ്സിലാകുന്ന ഈ ഗണത്തിൽ തന്നെ വരുന്ന സംശയം. ഇപ്പൊ നേരത്തെ കാറ് വാങ്ങുമ്പോഴൊക്കെ ഈജാബും കബൂലും വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ വലിയ വസ്തുക്കൾ എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ്? ഇപ്പൊ ഫത്വൽ മോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥലങ്ങള് മൃഗങ്ങളൊക്കെ വാങ്ങുമ്പോഴല്ലേ? ഇപ്പൊ നമ്മൾ സ്വർണം പോലും വാങ്ങുമ്പോ സാധാരണ ഈജാബും കബൂലും നടക്കാറ്. അതൊക്കെ വലിയ സാധനങ്ങളല്ലേ? അപ്പൊ അതൊക്കെ ഇപ്പൊ തെറ്റാവോ? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ മുആത്താത്ത് തീരെ അല്ല, ഒന്നിലും ഇത് വേണ്ട എന്ന അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പദം പറയൽ ആവശ്യമില്ല, ഒരിടപാടിനും വേണ്ട എന്ന് നമ്മളെ മതബിൽ തന്നെ ഒരു പ്രബലമല്ലാത്ത അഭിപ്രായമുണ്ട്. ഷാഫി മതബ്, ഹനഫി മതബ് അനുസരിച്ച് അത് പ്രബലമായ അഭിപ്രായമാണ്. മറ്റൊരു മതബിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടാകുമ്പോൾ ഇതിന് കൂടുതൽ ശക്തി വരുമല്ലോ. അപ്പോ ആ അഭിപ്രായം അനുസരിച്ച് ഒന്നിനും വേണ്ട, ഈജാബും കബൂലും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഒരു മിതമായ ഉണ്ട്, അതനുസരിച്ചാണ് പൊതുവേ നമ്മുടെ ഇടപാടുകളൊക്കെ നടക്കുന്നത് എന്നാ പറഞ്ഞത്. അപ്പോ സ്വർണം വാങ്ങുമ്പോ അതിന് ബില്ലൊക്കെ എഴുതൂലേ? എന്തെങ്കിലും പറഞ്ഞല്ലോ. പദം എന്ന് പറഞ്ഞാൽ നാക്കാൽ പറയണമെന്നില്ല, വാക്കിൽ തന്നെ പറയണമെന്നില്ലല്ലോ. എഴുത്ത് അതിന്റെ കിനായത്താണ്. അപ്പൊ അതിന്റെ ബില്ലൊക്കെ എഴുതിയാണ്ട് കൈപ്പറ്റുന്ന അത് അതിന്റെ അടിയിൽ ഒപ്പിടുന്നത് മതിയല്ലോ.
അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ഹിജാബും കബൂലും പൊതുവെ ബില്ല് വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയാലും ബില്ല് വെക്കണല്ലോ ഇപ്പൊ ഹിജാബും കബൂലും ഉണ്ടാവൂലേ? അല്ല അതില്ലാത്തോണ്ട് ഇപ്പൊ നമ്മള് ഒരു കിലോ ഓറഞ്ച് വാങ്ങണം, അതിന് ഹിജാബും കബൂലൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ ഉള്ളത് കുറെ ഉണ്ട്, ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ മിതമായ ഇടപാടിൽ അങ്ങനെ അഭിപ്രായത്തിൽ അങ്ങനെ പോകും. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ഒപ്പിക്കാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിർത്തല്ലേ, എനിക്ക് ഏകദേശം നോമ്പോർക്കാൻ തിങ്കളാഴ്ച ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അതെ അതെ ഇൻഷാ അല്ലാഹ്. കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരും ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള വിഷയങ്ങൾ തിങ്കളാഴ്ച അവതരിപ്പിക്കും. അതിന് എന്നിട്ട് നമ്മുടെ സംശയം തീരുന്ന വിഷയങ്ങൾ ബാക്കിയാണെങ്കിൽ റമദാൻ കഴിഞ്ഞാലും നമുക്ക് അവസരം കണ്ട് പഠിക്കാനുള്ള പിന്നെ ആവേശം വളരെ സ്വാഗതാർഹമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് എടുത്തുന്ന ഉസ്താദിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.